വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മാത്യു ചാപ്റ്റർ 17 വേർഡ് 21. കർത്താവിന്റെ ദാസൻ വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനതൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഈ വാക്യം വായിച്ചതിനകത്തുനിന്ന് ചില പദങ്ങൾ ഒന്ന് എടുത്തു പറയുകയാണ്. വേദപുസ്തകത്തിനകത്തൊക്കെ നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഒരു നല്ല പെൻസിൽ കൊണ്ടോ മാർക്കർ കൊണ്ടോ ആ ഭാഗം ഒന്ന് വരയ്ക്കാം. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണ്ട, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എഴുതിയെടുക്കാം. ഒന്ന്, കടുകുമണിയോളം വിശ്വാസം. വിശ്വാസം എന്ന പദം നിങ്ങൾ കണ്ടു. 2, എന്ന് പറഞ്ഞാൽ, പറയുക, പറയുക, വിശ്വാസം പറയുക. 3, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. 4, പ്രാർത്ഥന. 5, ഉപവാസം. 5 കാര്യത്തിന്റെ 5 സബ്ജക്റ്റുകൾ ഈ ഒറ്റ വാക്യത്തിൽ കിടപ്പുണ്ട്. എന്നാൽ ഞാൻ ഇതിനെ ഒരൊറ്റ വാക്കാക്കുകയാണ് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം പറയുക, നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പദം ഇത്രയാ ഒരൊറ്റ വാക്യത്തിൽ കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഉപവാസം എടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇത്ര മനോഹരമായി ഒരൊറ്റ വാക്യത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം തിരുവെഴുത്തുകളിൽ കാണുവാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾ ഉപവസിക്കണമെന്നുമൊക്കെ തൻ്റെ ശുശ്രൂഷകരെയും തൻ്റെ ശിഷ്യന്മാരെയും ജനത്തെയും യേശു കർത്താവ് ഉപദേശിക്കുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ യേശു ക്രിസ്തു പറഞ്ഞ പ്രാർത്ഥനയുടെ പ്രാധാന്യതകളുടെ ഭാഗങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് പരാമർശിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സത്യം, യേശു കർത്താവ് ആരെയും പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല. യേശു കർത്താവ് എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാനാണ്. യേശു കർത്താവ് ആരെയും പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല, പക്ഷേ പ്രാർത്ഥിച്ചവർ പ്രസംഗിച്ചു. യേശു കർത്താവ് ആരെയും ഭൂതങ്ങളെ പുറത്താക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുവാനോ പ്രവചിക്കുവാനോ മിനിസ്ട്രികൾ ചെയ്യുവാനോ പഠിപ്പിച്ചതേയില്ല. അവർക്കതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ട്രെയിനിങ് യേശു കൊടുത്തതേയില്ല, എങ്ങും ഞാൻ കാണുന്നില്ല. പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാരെയും തന്നോടൊപ്പം ഉള്ളവരെയും താൻ വിളിച്ചു വേർതിരിച്ചവരെ എല്ലാം പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു, പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം കൊടുത്തു. അവർ ഭൂതങ്ങളെ പുറത്താക്കി, അവർ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അവരുടെ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ നടന്നു, അവർ പ്രവചിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ഒരു വലിയ സത്യമാണ്. ദൈവദാസന്മാരൊക്കെ ശ്രദ്ധിക്കണം. ഇത് വാസ്തവത്തിൽ ഈ ലോകത്തിൽ പ്രാർത്ഥന
പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. മനസ്സിലായി കാണത്തില്ല അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു തരാം. യേശുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ആവശ്യമുണ്ടോ? ഈ ലോകത്തിൽ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ, വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതിൽ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. പക്ഷേ ആ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പ്രാർത്ഥനയുടെ പ്രാധാന്യത പഠിപ്പിച്ചു. എങ്കിലും അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ആവശ്യമില്ലാത്തവൻ പ്രാർത്ഥിച്ചു. അതെന്നാ അതിന്റെ കാരണം? അതിന്റെ കാരണം യേശുക്രിസ്തു സകലത്തിലും നമുക്ക് മാതൃക കാണിച്ചു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായർ 12:1. എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് പ്രിയ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. 2 പദങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. എബ്രായർ 3:1 യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നും എബ്രായർ 11:2 യേശുക്രിസ്തുവിനെ നോക്കുക എന്നുമുള്ള പദങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ യേശുവിനെ നോക്കിയാൽ, യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിനെ ഒരു ഗുരുവായി, ഒരു മാതൃകയായി ജീവിതത്തിൽ ഏറ്റെടുത്താൽ യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് പ്രാർത്ഥനയുടെ സ്വഭാവം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു മാത്രമാണ്. പക്ഷേ അവൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ചില വാക്യങ്ങൾ ആവശ്യമാണല്ലോ. വചനത്തിന്റെ തെളിവുകൾ, അതിന്റെ ആവശ്യകത നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ലൂക്കോസ് 11:1 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ ലൂക്കോസ് 11:1 വാക്യത്തിനകത്ത് താഴോട്ട് വായിക്കുമ്പോൾ ആ ഒരു ചാപ്റ്റർ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെ അതിശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ, ആരെന്ന് എഴുതിയിട്ടില്ല, ഒരാൾ യേശുവിനോട് ചോദിച്ചു, ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അപ്പൊ നമുക്കൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. മാത്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മാത്സ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഹിന്ദി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഹിന്ദി ഭാഷ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ, പ്രായോഗിക ജീവിതത്തിൽ പ്രാഥമിക വിഷയങ്ങളെക്കാൾ പ്രാധാന്യത കൊടുത്ത് പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്ന കർത്താവിനെ നോക്കി ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കാരണം നിന്റെ ലൈഫിൽ പ്രാർത്ഥന നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. അറിയാവുന്ന ഒരാൾക്കല്ലേ അത് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത, അനുഭവങ്ങളില്ലാത്ത വ്യക്തിത്വങ്ങൾ ഒരുപക്ഷെ പഠിപ്പിക്കുന്നുണ്ടാകാം. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന സഭയെ സ്നേഹിക്കുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അനുഭവമുള്ളവരെ അനുഭവസാക്ഷ്യം പറയാവൂ. കാരണം ക്രിസ്തീയ ജീവിതം ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. പ്രാർത്ഥനയുടെ അനുഭവം യേശുവിനുണ്ടായിരുന്നു. അനുഭവമില്ലാത്തവർ ഒരുപാട് പേർ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും അഗ്നിയും ദൈവകൃപയും ഒക്കെ അനുഭവിച്ചവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു പവറുണ്ട്.
പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിത്വങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യതകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത പഠിപ്പിക്കുവാൻ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വലിയൊരവസരം കൊടുക്കുകയാണ്. അവിടെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു ഓൺ ദി സ്പോട്ട് അതിന് ആൻസർ ചെയ്ത് കേട്ടോ. ജിജി മോഹൻ പാസ്റ്ററെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലല്ലേ ശിഷ്യന്മാർ കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന് പറഞ്ഞേ? അതെ. 2-ാമത്തെ വാക്യത്തിൽ എന്നെ എഴുതിയിരിക്കുന്നത്, അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ആ നിമിഷം, ആ സ്പോട്ടിൽ ക്ലാസ് തുടങ്ങി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ യേശു കർത്താവിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കർത്താവിൻ്റെ ശുശ്രൂഷയെ വളരെ സൂക്ഷ്മമായി പഠിച്ചവർക്കും പരിശോധിച്ചവർക്കും അറിയാം, പെട്ടെന്ന് കർത്താവ് ഉത്തരം പറയത്തില്ല, എടുത്തുചാടി ഒരു കാര്യവും ചെയ്യാറില്ല. വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ കർത്താവ് വാക്കുകൾ പ്രയോഗിക്കാറുള്ളൂ. കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്നൊക്കെ ചോദിച്ചെടുത്തൊക്കെ വെളിപ്പെട്ട ഉത്തരം ഭയങ്കരമായിരുന്നു. ഗുരു ഇവളെ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നു, ന്യായപ്രമാണവും മതവും ഞങ്ങളെ പഠിപ്പിക്കുന്നു ഇവളെ എറിഞ്ഞു കൊല്ലാൻ, അവിടുന്ന് എന്തു പറയുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ എറിയട്ടെന്നൊക്കെ പറഞ്ഞ ഉത്തരം അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. കർത്താവ് വളരെ സൂക്ഷിച്ചാണ്, വളരെ ആലോചിച്ചാണ് പലതിനും മറുപടികൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ കേട്ടോ എന്നല്ല പറഞ്ഞത്. ഒന്ന് ചിന്തിക്കട്ടെ, ഒന്ന് പരിശോധിക്കട്ടെ. ചിലർ പറയത്തില്ല എനിക്കിപ്പോൾ അതിനൊരു വിശദീകരണം തരാൻ അറിയത്തില്ല, ഞാനൊന്ന് പഠിച്ചേച്ച് പറയാം. നോ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ യേശു പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവരെ പഠിപ്പിച്ചു. കാര്യം എന്നറിയോ? പ്രാർത്ഥന എന്ന സബ്ജക്റ്റ്, പ്രാർത്ഥന എന്ന വിഷയം നാളത്തേക്ക് നീക്കി വെക്കേണ്ടതല്ല, അടുത്ത മണിക്കൂറിലേക്ക് മാറ്റി വെക്കേണ്ടതല്ല. പ്രാർത്ഥന ഉടനടി ആരംഭിക്കേണ്ടതാണ്. അത്രത്തോളം പ്രാധാന്യത യേശു കർത്താവ് അതിന് കൊടുത്തു. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. ഇവിടെ നമുക്കൊരു സത്യം കാണാം. കടലിന്റെ മേളിൽ കൂടെ നടന്നല്ലേ ഞങ്ങൾക്കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണേ? ഇല്ല. അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന ഉടനെ ഭൂതമൊക്കെ അങ്ങ് അലറി വിളിച്ചു പോവാണല്ലോ, ഒരു ഇമ്പാർട്ടേഷൻ ഇല്ല. കർത്താവെ നീ കൈവെക്കുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ ഹീലിങ്ങുകൾ നടക്കുക, അതിൻ്റെ ഒരു പകർച്ച. പിന്നെ എന്നാ നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങളിൽ പകരണമേ. കാര്യം എന്നറിയോ? യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ ഇവർ കണ്ടിട്ടുള്ളത് പ്രാർത്ഥിക്കുന്ന ഗുരുവിനെയാണ്. പ്രാർത്ഥന ആവശ്യമില്ലാത്തവൻ പ്രാർത്ഥിക്കുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് അവൻ പ്രാർത്ഥിച്ചു. അതിന്റെ 36-37 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. 37-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം, വചനം ശ്രദ്ധിക്കണം. അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ട്. അവൻ എഴുന്നേറ്റു. ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ നിലവാരം വർദ്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേക്കുക. സാധാരണ നിലയിലൊക്കെ ഈ രാവിലെയൊക്കെ എഴുന്നേക്കാറുണ്ട്. പക്ഷെ എഴുന്നേറ്റിട്ട് അടുത്ത വാക്യത്തിൽ ഒരു പദം കിടപ്പുണ്ട്, എഴുന്നേറ്റ്. ആ പദം മാത്രം ഒന്ന് വായിക്കണം, എല്ലാം കൂടെ വായിക്കില്ലേ? എഴുന്നേറ്റ് പുറപ്പെട്ട്. ഒന്നുകൂടെ അങ്ങ് വായിച്ചോ. എഴുന്നേറ്റ് പുറപ്പെട്ട്. എഴുന്നേറ്റ് പുറപ്പെട്ടു. എന്തിനാ? ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എഴുന്നേക്കുന്നുണ്ട് പലരും, പക്ഷെ പുറപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എഴുന്നേക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയ്ക്കായി പുറപ്പെടുന്നില്ല. ആ പ്രാർത്ഥനാ മുറിയിലോട്ട് പോയി കയറുന്നില്ല. ആ പ്രാർത്ഥനയുടെ പായിലോട്ട് പോയി ഇരിക്കുന്നില്ല. ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നില്ല.
അവൻ എഴുന്നേറ്റു, പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾ ഇവിടെ ശിഷ്യന്മാർ പറയുന്ന ഒരു ഭാഗമുണ്ട് 37-ാം വാക്യത്തിൽ. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന യേശുവിനോട് അവർ പറയുകയാണ്, അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. എഴുതിയെടുക്കാവോ? എഴുതിയെടുക്കാമെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഇറങ്ങി വരുന്ന യേശുവിനെ വലിയ ജനക്കൂട്ടം അന്വേഷിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ശിഷ്യന്മാർ യേശുവിന് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവത്തെ അന്വേഷിക്കുന്നവനെ ജനം അന്വേഷിക്കും, ദൈവത്തെ അനുഗമിക്കുന്നവനെ ജനം അനുഗമിക്കും, യേശുവിനെ മാതൃകയാക്കുന്നവനെ ജനം മാതൃകയാക്കും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ എല്ലാ കാലത്തും ജനം അന്വേഷിക്കും. ദൈവമായിട്ട് ബന്ധമുള്ളവരെയാണ് ജനത്തിന് വേണ്ടത്. ദൈവമായിട്ട് ബന്ധമുള്ളവരെയാണ് ഇനി വെളിപ്പെടുവാൻ പോകുന്ന ഉണർവിൽ കർത്താവിന് വേണ്ടത്. ദൈവമായിട്ട് ബന്ധമുള്ളവരെയാണ് എല്ലാ കാലത്തും ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ജനം അന്വേഷിക്കുന്നു, ദൈവത്തെ അനുഗമിക്കുന്നവനെ ജനം അനുഗമിക്കുന്നു, യേശുവിനെ മാതൃകയാക്കുന്നവനെ ജനം മാതൃകയാക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ഇനിയുള്ള ഭാഗത്തിൽ നിന്ന് പറയുമ്പോൾ കേവലം ഒരു മെസ്സേജായി, ഒരു സന്ദേശമായി മാത്രം കേട്ട് നിങ്ങൾ പോകരുതെന്നുള്ള ഒരു വലിയ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലുണ്ട്. എപ്പോഴുള്ള ഒരു കാര്യമായി ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ചില മാസങ്ങളായി ഓരോ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ പലപ്പോഴും നിങ്ങൾക്ക് കർത്താവ് സന്ദേശങ്ങൾ നൽകി തരുമ്പം എല്ലാം കേൾക്കുന്നവരാണ്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, കർത്താവ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ മെസ്സേജ് എങ്കിലും കേവലം ഒരു കേൾവിയായി പോകല്ലെന്നൊരു പ്രാർത്ഥന എൻ്റെ അകത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുമെന്നുള്ള വിശ്വാസമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് വളരെ സ്നേഹിക്കുന്നു. യേശു കർത്താവിൻ്റെ ആ ലൈഫിനെ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയുമോ, നമ്പർ 1, ഈ മെസ്സേജിൻ്റെ ചില ഭാഗങ്ങളിലോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി. നമ്പർ 1, യേശുക്രിസ്തു ആണല്ലോ നമ്മുടെ മാതൃക. യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ മാതൃക. യേശുക്രിസ്തുവിനെ ആണല്ലോ നാം അനുഗമിക്കുന്നതും ആരാധിക്കുന്നതും ഉയർത്തുന്നതുമെല്ലാം. അങ്ങനെ തന്നെ ആയിരിക്കണം. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി. അത് മതി, യേശുവിനെ പോലെയാകുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വിഷയം, യേശു കർത്താവ് തൻ്റെ മിനിസ്ട്രി പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തൻ്റെ ശുശ്രൂഷ താൻ ആരംഭിച്ച ഒരു ഭാഗമുണ്ട്. നമുക്കറിയാം, 33.5 വയസ്സിൽ യേശു കർത്താവ് തൻ്റെ ജീവനെ മാനവകുലത്തിനായി, എനിക്കായി, നിങ്ങൾക്കായി നൽകി. കാൽവറിയുടെ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, സകലവും നിവർത്തിയായി. ചെയ്യേണ്ടത് മുഴുവൻ തന്നെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച ദൗത്യം കംപ്ലീറ്റ് ചെയ്ത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് യേശു തിരികെ കയറിപ്പോയത്. എന്നാൽ ഈ 3.5 കൊല്ലം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു. നിങ്ങൾക്കറിയാമോ, 100 മൈൽ കൂടുതൽ എന്ന് വെച്ചാൽ ഏകദേശം 180 കിലോമീറ്ററിൽ കൂടുതൽ യേശു സഞ്ചരിച്ചിട്ടില്ല. 180 കിലോമീറ്റർ, 200 കിലോമീറ്ററിനകത്ത് മാത്രം യാത്ര ചെയ്തിട്ടുള്ള നമ്മുടെ കർത്താവാണ് ഈ ഗ്ലോബിന്റെ ദൈവമായത്. ആഴമൊക്കെ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. 200 കിലോമീറ്ററുകൾക്കകത്ത് മാത്രം യാത്ര ചെയ്ത കർത്താവാണ്, യേശുവാണ് അഖിലാണ്ടത്തിന്റെ ആരാധനകൾക്ക് യോഗ്യനായി നിൽക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരിക. യേശു എങ്ങനെയാണ് തൻ്റെ മിനിസ്ട്രി ആരംഭിച്ചത്? സാധാരണ നിലയിൽ പല ആൾക്കാർ ശുശ്രൂഷ ആരംഭിക്കുമ്പം അതിൻ്റെ
ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണ്, അന്നത്തെ കാലഘട്ടവുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആരംഭിക്കണമെങ്കിൽ അതെല്ലാവരെയും അറിയിച്ച് എല്ലാവരോടും പറഞ്ഞ്, ഇന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ജിജി പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്നാലേ കാണുള്ളൂ, എന്നാലേ ഒന്ന് ഏറ്റെടുക്കുള്ളൂ. പക്ഷേ യേശു കർത്താവിൻ്റെ കാലത്ത് ഫേസ്ബുക്ക് ഇല്ല. ഇന്നതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ചാനലില്ല, ജീസസ് ക്രൈസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നുമില്ല, യാതൊരു സാധനമില്ല. യൂട്യൂബും ഇല്ല, സബ്സ്ക്രിപ്ഷനും ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, വാട്സാപ്പും ഇല്ല, ഒന്നുമില്ല. പക്ഷേ കർത്താവ് ഇറങ്ങി വന്ന പട്ടണം മുഴുവൻ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. സ്തോത്രം. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, ജനങ്ങളെ സ്വാധീനിച്ചവൻ മൈക്കിൾ ജാക്സണോ ഹിറ്റ്ലറോ ഒന്നും അല്ലെന്നേ. അതൊക്കെ ചുമ്മാ വന്ന എല്ലാവരും കുറെ ആൾക്കാർ വന്ന് വെറുതെ ചാടിയിട്ട് പോവുക, ഡ്രഗ്സ് ഒക്കെ അടിച്ച്. യേശു കർത്താവിനെ കാണുമ്പോൾ ജനം ഇറങ്ങി വരും. 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, കോടാനകോടി ജനങ്ങൾ ഇന്ന് അവനെ ആരാധിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ജനസംഖ്യ വളരെ കുറവാണ്. വളരെ പരിമിതമായ ജനമുള്ള ഗ്രാമങ്ങളിൽ മുഴുവൻ ആൾക്കാർ, ഒരു സഹോദരി, ഒരു ശമരിയക്കാരി സ്ത്രീയാണെങ്കിൽ ഈ യേശുവിനെ അനുഭവിച്ചറിഞ്ഞപ്പം രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ഒരു പട്ടണം മുഴുവൻ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശമരിയ മുഴുവൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന്, രക്ഷിക്കപ്പെട്ടിട്ട് 45 കൊല്ലമായി. ഒരെണ്ണത്തെ പ്രൈസ് ഗോഡ് കർത്താവിന് വേണ്ടി നേടിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന്, യേശുവിനെ അറിഞ്ഞതിൻ്റെ അന്ന് ഒരു പട്ടണം മുഴുവൻ ഇളകിക്കൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എന്തായിരുന്നു യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു കർത്താവ് പ്രാധാന്യത കൊടുത്തത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. വായിച്ചു തന്നെ നോക്കാം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 3-ന്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇവിടെ നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റ്. ഇനി അടിവരയിടേണ്ട ഒരു ഭാഗം, പ്രാർത്ഥിക്കുമ്പോൾ. ആ ഭാഗം കണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ചോദ്യം, എപ്പോഴാണ് സ്വർഗം തുറന്നത്? മറുപടി, പ്രാർത്ഥിക്കുമ്പോൾ. അന്നും ഇന്നും എന്നും ആരുടെ മുൻപിലാണ് സ്വർഗം തുറന്നിരിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ പറയാം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നവർ അതിനകത്തോടൊന്ന് ശ്രദ്ധിച്ചോണം. 1, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. 2, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വന്നു. ആ പ്രാർത്ഥനയിൽ 3, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. അപ്പോൾ ഒരു ഒറ്റ പ്രാർത്ഥനയിൽ എന്തൊക്കെ കാര്യം ഇവിടെ നടന്നു? ഒരൊറ്റ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം പലരുടെയും പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. ഇവന്റെ പിതാവ് ആര്? ഇവന്റെ അപ്പൻ ആര്? ഇത്രയും ശബ്ദം കേട്ടിട്ടും, ഇത്രയും സംഭവ വികാസങ്ങൾ പ്രാർത്ഥനയുടെ മധ്യേ നടന്നിട്ടും താഴെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടില്ല, എന്നിട്ടും അവൻ യോസഫിന്റെ മകനാണ് ജനം വിചാരിച്ചെന്ന്. ഇവരെ കുറിച്ച് എന്താ നമ്മൾ വിചാരിക്കേണ്ടി? ഇത് കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുണ്ട്, ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാവോ? ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാവോ? സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. അന്നും ഇന്നും ആരുടെ മുമ്പിലാണ് ഹെവൻ ഓപ്പൺ ആയി കിടക്കുന്നതെന്നറിയാവോ? പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിലാണ്. സ്തോത്രം. ഞാനൊരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 54 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു സ്റ്റീഫനെ കുറിച്ച്, അല്ലെങ്കിൽ സ്തേഫാനോസിനെ കുറിച്ചുള്ള ഒരു പരാമർശം.
ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. 56 വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 56 വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളോടൊരു സത്യം ഞാൻ പറയുന്നു. സ്റ്റീഫൻ അല്ലെങ്കിൽ സ്തെഫാനോസ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാ സ്വർഗം. സ്വർഗത്തെ പുള്ളി തൊട്ട് കാണിക്കുക. ഇതാ സ്വർഗം, ഇതാ സ്വർഗം. ഇതാരായി വരുന്നേ എന്ന് പറയണമെങ്കിൽ വരുന്ന ആളിനെ കാണണ്ടേ? ഇതാ ഞാൻ പറഞ്ഞ ബൈബിള് കേട്ടോ എന്ന് പറയണമെങ്കിൽ ഈ ബൈബിൾ എന്റെ തൊട്ടടുത്ത് വരണ്ടേ? ഈ പക്ഷെ ഇതാ മൈക്ക് കേട്ടോ എന്ന് പറയണമെങ്കിൽ ഈ മൈക്ക് എനിക്ക് കാണണ്ടേ? എറികൊള്ളുക, സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി സ്തെഫാനോസ് എറികൊള്ളുക. വചനസത്യങ്ങൾ പ്രസ്താവിച്ചതുകൊണ്ട്, ദൈവവചനത്തെ അതിശക്തമായി വിളംബരം ചെയ്തതുകൊണ്ട് വലിയ പീഡകൾ ആ സിംഹവാതിലിൽ വെച്ച് ജെറുസലേമിൽ സ്തെഫാനോസ് ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ നടുവിൽ എറികൊള്ളുന്നവൻ മുട്ടയിലാണ്. പല്ല് കടിക്കുമ്പോൾ ഇവൻ ആത്മാവിലാണ്. എതിരാളികൾ പല്ല് കടിച്ച് ഞറുമി ആക്രമിക്കുമ്പോൾ, കല്ല് വലിച്ചെറിയുമ്പോൾ മുട്ട നിൽക്കുന്ന സ്റ്റീഫൻ പറയുകയാണ്, ഇതാ സ്വർഗം, ഇതാ സ്വർഗം, ഇതാ സ്വർഗം. നീ ഇറങ്ങി വന്നേ. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ആ ഹെവൻ ഇഞ്ഞ് അടുത്തു വന്നു. തൊടുന്ന രീതിയിൽ ഇഞ്ഞ് അടുത്തു വന്നു. കാണത്തക്ക രീതിയിൽ ഇഞ്ഞ് അടുത്തു വന്നു. അന്നും ഇന്നും എന്നും ഏതൊരു സാഹചര്യത്തിന്റെയും, ഏതൊരു പ്രതിസന്ധിയുടെയും, ഏതൊരു കഷ്ടതയുടെയും നടുവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, നിന്റെ മുൻപിൽ ഒരു തുറന്ന സ്വർഗമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, താഴോട്ട് വായിക്കുമ്പോൾ, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, 23 വാക്യം, യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, ലൂക്കോസ് 3:23, ഏകദേശം 30 വയസ്സായിരുന്നു. ഇനി എൻ്റെ ഒരു ചോദ്യം, യേശു കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് എങ്ങനെയായിരുന്നു? ജീസസ് started his ministry. He was started his ministry, and Jesus himself began to be about 30 years of age. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന as was supposed എന്നാണ്. ഏകദേശം 30 വയസ്സിൽ യേശു കർത്താവ് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എന്തുവാ ചെയ്തേ? പറ, എങ്ങനെ യേശു ആരംഭിച്ചേ? അവൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സായിരുന്നു. നിങ്ങൾ വായിച്ചല്ലോ 23 വാക്യത്തിൽ. എന്നാൽ 21 വാക്യത്തിൽ എന്നാ യേശു ചെയ്തേ? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. ആ പ്രാർത്ഥനയോടുകൂടെയാണ് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അപ്പം അതിൽ നിന്ന് എന്ത് പിടികിട്ടി? ജീവിതത്തിൽ എന്ത് നിങ്ങൾ ആരംഭിക്കുന്നു, ഒരു ദിവസം ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടെയാണ്. ഏതൊരു കാര്യമാണെങ്കിലും പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നത് ഒരിക്കലും പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശബ്ദമുയർത്തി കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ. യേശു കർത്താവ് പ്രാർത്ഥനയോടെ ആരംഭിച്ച തൻ്റെ ശുശ്രൂഷകൾ വഴിത്തലയ്ക്കൽ തീർത്തു കളയാൻ, തകർത്ത് കളയുവാൻ ആരൊക്കെ ശ്രമിച്ചു? ഏതൊക്കെ സാമ്രാജ്യങ്ങൾ ശ്രമിച്ചു? എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു? പക്ഷേ പ്രാർത്ഥനയോട് ആരംഭിച്ചവനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊന്ന് ക്രൂശിച്ച് കാലറെ കൊണ്ടുവച്ചില്ലേ? തീർന്നോ? തീർന്നോ?
മൂന്നാം ദിവസം ആ കല്ലറയും ഭേദിച്ച് ഉയർത്തിഞ്ഞ് പുറത്തു വന്നില്ലേ? പ്രാർത്ഥനയോടെ ആരംഭിച്ചതൊന്നും പരാജയപ്പെടില്ല. കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും വാശി കൊണ്ടും മത്സര ബുദ്ധികൾ കൊണ്ടും മറ്റുള്ളവരോടുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ള മൈൻഡ് കൊണ്ടും ആരംഭിച്ചതൊക്കെ തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രാർത്ഥനയോടെ ആത്മനിയോഗത്തോടെ ആരംഭിച്ചതൊന്നും, ദൈവം അടിസ്ഥാനമിട്ടതൊന്നും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന്, യേശു പ്രാർത്ഥനയോടെ ആരംഭിച്ചു. Jesus was started his ministry with prayer. Number 2, യേശുവിൻ്റെ പ്രവൃത്തികൾ. ഞാനിത് പറഞ്ഞാൽ എനിക്കിതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ല, ഞാൻ പിന്നെ ആരെക്കുറിച്ചാണ് പറയേണ്ടി? കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പം എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ആരെയാണ് പ്രസന്റ് ചെയ്യേണ്ടി? പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചതല്ലേ യേശു? രണ്ടാമതായി, യേശു ക്രിസ്തു പ്രാർത്ഥനയോടെയാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്കറിയാം, യേശുവിനറിയാം യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും. ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേളിൽ ഉണ്ടെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു. ഒരു ഭൂതം ഇളകിയപ്പോൾ ഭൂതത്തിന് പിടികിട്ടി ദൈവപുത്രനാണ്. എന്നിട്ട് ആ ഭൂതത്തോട് കർത്താവ് പറഞ്ഞു, മിണ്ടരുത്, അപ്പോൾ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു. യേശുവിനറിയായിരുന്നു യേശു ആര് എന്നുള്ളത്. അതുകൊണ്ട് അവൻ ആരുടെയും സാക്ഷി ആവശ്യമില്ലായിരുന്നു. അവൻ ആര് എന്നുള്ള സത്യം അവൻ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന് 5 അപ്പം 5000 ആക്കാൻ പ്രാർത്ഥിക്കണോ? പറയൂ. 600,000 ജനത്തിന്, 40 ലക്ഷത്തോളം ജനത്തിന് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തവന്, 40 പേർക്കല്ല, വീട്ടിൽ 4 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന് കറങ്ങുന്നവരുണ്ട്. 4 പേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന് വട്ടം കറങ്ങുന്നവരുണ്ട്. 40 ലക്ഷം പേർക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത കേറ്ററിംഗ് സർവീസ് അത്. 40 ലക്ഷം പേർക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ്. ആ കർത്താവിന് ഈ 5 അപ്പവും 2 മീനും വർദ്ധിക്കാൻ ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിൽ ആരംഭിച്ചവൻ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുന്നു. അതെ, ജീവിതത്തിൻ്റെ എല്ലാ ആരംഭങ്ങളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ജീവിതത്തിൽ എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നോ, നിങ്ങളുടെ പ്രവർത്തികളെ പ്രാർത്ഥനയിൽ അർപ്പിക്കണം. ലൂക്കോസ് 9:16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവന് ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുമ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി. അതാണ് പ്രാർത്ഥന. യേശു കർത്താവ് അപ്പമീനുകളെ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. ഞാനൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം പറഞ്ഞത്, ഈ ശിഷ്യന്മാരെല്ലാം പുരുഷാരവും അപ്പത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. യേശു കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പത്തിലോട്ടാണ് ഇവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ യേശുവിൻ്റെ കണ്ണ് അപ്പത്തിലേക്കും ജനത്തിലേക്കും അല്ലായിരുന്നു, സ്വർഗത്തിലേക്കായിരുന്നു. ഈ അപ്പത്തിലോട്ട് നോക്കിയിരിക്കുന്നവന് അന്നേരം ഒരു അപ്പം തിന്നാം. സ്വർഗത്തിലേക്ക് എപ്പോഴും നോക്കുന്നവന് എല്ലാ ദിവസവും ഇതുപോലത്തെ മിറക്കിൾ ചെയ്യാം. ഭൗതികമായ വിഷയത്തിലേക്ക് നോക്കുന്നവനും ദൈവത്തിലേക്ക് നോക്കുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്നാണെന്നറിയോ?
ആ 5 അപ്പോ 2 മീനും കൊടുത്ത കൊച്ചനില്ലേ, ആ ഒരു പയ്യൻ, അവൻ റിസോഴ്സാണ്, ഒരു റിസോഴ്സാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്നു 5 അപ്പോ 2 മീനും. പക്ഷേ സോഴ്സ് ദൈവം. എല്ലാ നന്മയുടെ സോഴ്സ് ഹെവനാണ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് അമ്മാച്ചന്റെ കാല് പിടിക്കാനൊന്നും പോകണ്ട, അപ്പച്ചന്റെ അമ്മാച്ചന്റെ ആന്റിയുടെ ഒന്നും മുമ്പിൽ ബെഗ് ചെയ്യാൻ പോകണ്ട. അവരൊക്കെ റിസോഴ്സാ. നിങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്നല്ലേ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നേ. കാറ്റും മഴയും ഇല്ലാതെ താഴ്വര വെള്ളം കൊണ്ട് നിറയുമോ? ബ്രദറെ, എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച് ഇന്ന് ഈ സർവീസ് കാണുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ അകത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു ഭാഗമുണ്ട്. ഈ താലന്ത് കർത്താവ് കൊടുത്ത ഉപമ, അല്ലെങ്കിൽ ആ ചരിത്രം പറയുന്ന സംഭവം. ഒരു താലന്ത് കർത്താവ് കൊടുത്തവൻ ആ ഒരു താലന്ത് എന്ത് ചെയ്തു? കൊണ്ടുപോയി കുഴിച്ചിട്ടു. 5 താലന്ത് കൊടുത്തവൻ 5 താലന്തും കൂടെ നേടി. പക്ഷെ ഇവരെല്ലാം തിരിച്ചു വന്ന് ഈ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവർ വ്യാപാരം ചെയ്ത്, ഇവർ ബിസിനസ് ചെയ്തതിന്റെ റിപ്പോർട്ട് യേശുവിന് കൊടുക്കുമ്പം ഈ ഒരു താലന്ത് കൊണ്ട് കുഴിച്ചിട്ട കക്ഷിയില്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചിട്ട പുള്ളിയില്ലേ, ആ പുള്ളിയോട് യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വേണേ നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ലയോ? ഒന്നുകൂടെ പറയാം, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ലയോ? വിതയ്ക്കാത്തത് കൊയ്യാൻ പറ്റുമോ ബ്രദറെ? പറ്റുമെന്ന് യേശു പറഞ്ഞു. വിതറാത്തത് വാരാൻ പറ്റുമോ? നമുക്കൊന്നും അത് വിതറിയാലേ വാരിക്കൊണ്ട് വരാൻ പറ്റൂ. പക്ഷേ അവന് കഴിയും. അത് വിതയ്ക്കാത്തത് അവന് കൊയ്യാൻ കഴിയും, വിതറാത്തത് അവന് വാരാൻ കഴിയും. കാറ്റും മഴയും ഇല്ലാതെ താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കാൻ കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും അവന് വിളിച്ചു വരുത്താൻ കഴിയും. അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. ഈ ഒരു വലിയ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. പക്ഷേ യേശു കർത്താവ് നമുക്ക് മാതൃകയായ നമ്മുടെ ഗുരു, നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഏക സത്യ നിത്യ ദൈവം, അവൻ അപ്പം എടുത്ത് ഉയർത്തി പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലാസറിനെ യേശു ഉയർപ്പിച്ചത്. അതിന്റെ 39 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചേ. 39 മുതൽ. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേൽപോട്ട് നോക്കി, പിതാവേ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനിയുള്ള യേശു സ്വർഗത്തിലോട്ട് നോക്കി. എവിടെ നിന്നുകൊണ്ട്? ലാസറിന്റെ കല്ലറവാതിൽക്ക് നിന്നുകൊണ്ട്. അല്ലാതെ ഞാൻ ഭയങ്കര പവർഫുള്ളാണ് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് പോവല്ല. ലാസറിന്റെ കല്ലറവാതിൽക്കൽ യേശു കർത്താവ് എത്തിയിട്ട് അവിടെയും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. ആ പ്രാർത്ഥന നിങ്ങളൊന്ന് നോക്കിക്കോ. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിന്നെ നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അറിയണം, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു ഉറപ്പ് എനിക്ക് വേണം. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് എന്റെ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള ബന്ധം. എനിക്കറിയാം നീ പ്രാർത്ഥന കേൾക്കുമെന്ന്. എനിക്കറിയാം എപ്പോഴും നീ എൻ്റെ അപേക്ഷകൾക്ക് മറുപടി തരുമെന്ന്. പക്ഷെ നീ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണെന്ന് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെന്നറിയണം. അങ്ങനെ അറിയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? എന്നെ പരിഹസിച്ചവർ, എന്നെ നിന്ദിച്ചവർ, ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനെ പുച്ഛത്തോടെ എഴുതിത്തള്ളിയവർ, പരിഹാസത്തോടെ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥനക്കാരി എന്നെ പരിഹസിക്കുന്നവർ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ സമൂഹം, അവരറിയണം
അത് കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയോ പ്രിയപ്പെട്ടവർ? അങ്ങനെ ഒരു പ്രാർത്ഥന യേശുവോടെ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത യേശു ക്രിസ്തുവിനെ അറിയിച്ചപ്പോൾ യേശു പോയില്ലല്ലോ. പോയോ? ഇല്ല. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ കർത്താവ് പോയത്. അപ്പം നമ്മൾ പല ആൾക്കാരും അത് പറയുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളത് ലാസറൊക്കെ മരിച്ചു കഴിഞ്ഞേച്ചും എല്ലാം കഴിഞ്ഞു എന്നൊരു സ്റ്റേറ്റിലായതിനു ശേഷം യേശു അവിടെ ചെന്ന് ഉയർപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പവറുണ്ട്. അതിനൊക്കെ വേണ്ടിയായിരിക്കും യേശു കർത്താവ് ഈ പോകാതിരുന്നേന്നാ നമ്മളിതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെ ഈ വേദോസം വായിക്കുമ്പോഴേ വളരെ സിമ്പിളായിട്ട് വായിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അത് കിടപ്പുണ്ടല്ല. വലിയ തത്വങ്ങളൊക്കെ നമ്മൾ ഈ കേൾക്കാൻ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, പുള്ളി ഭയങ്കരം തന്നെ, എന്നെയും കൊണ്ടൊന്നും നടക്കുകയില്ല, ഇത് നമുക്ക് വിട്ടേക്കാം, ഞാൻ വായിച്ചാൽ എനിക്കൊന്നും പിടി കിട്ടുകയില്ലെന്ന്. പക്ഷെ അങ്ങനല്ല. യേശു കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ടും പോകാതിരുന്നതിൻ്റെ പിറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്നാന്നറിയണമെങ്കിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നിട്ട് അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് വീണ്ടും നാം യഹൂദിയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് യഹൂദിയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഉടനെ ശിഷ്യന്മാർ പറയുകയാണ്, ശിഷ്യന്മാർ അവനോട് 8-ാമത്തെ വാക്യം വേണേ ലൈവ് ചാറ്റിലൊന്ന് ഇട്ടോ. 8-ാമത്തെ വാക്യം, ശിഷ്യന്മാർ അവനോട് റബി, ടീച്ചർ, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ? അപ്പൊ ഈ യഹൂദിയ നാട്ടിലാണ് യേശു കർത്താവ് ഏറ്റവും കൂടുതൽ മിറക്കിളുകൾ ചെയ്തിട്ടുള്ളത്. ഗലീല, കവർന്നഭൂമി, ഈ യഹൂദിയ ഭാഗങ്ങളിലാണ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഭയങ്കരമായിട്ട് നടന്നത്. ഇവിടെയാണ് പാപിനിയായ സ്ത്രീക്ക് ഡെലിവറൻസ് കിട്ടിയത്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കടന്നവൻ വിടുതൽ പ്രാപിച്ചത്. അങ്ങനെ ഇതെല്ലാം ഈ ശബത്തിൽ നടന്ന വിടുതലുകളും പാപിനിയായ സ്ത്രീക്ക് കിട്ടിയ ഡെലിവറൻസും ഒക്കെ ആയതുകൊണ്ട് അറിയാലോ, ഈ പാരമ്പര്യം എന്ന് പറയുന്ന സാധനത്തോട് യേശു ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ കർത്താവിനെ ഭയങ്കര സ്നേഹമായിരുന്നു. വെറുതെ പറഞ്ഞേ കേട്ടോ, ഒരു സ്നേഹവും ഇല്ലായിരുന്നു. പാരമ്പര്യത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച കർത്താവിന് ഒത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇന്ന് എന്തായാലും നമ്മൾ ഈ സർവീസ് കാണാമല്ലോ, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ശിഷ്യന്മാർ കർത്താവിനോട് പറയാണ്, റബി, ഞാനത് എൻ്റെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ലാസർ ദീനമായി കിടക്കുന്നു, നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ അടുത്ത ആളാണ്, നിനക്ക് വളരെ വേണ്ടപ്പെട്ട വീടാണ്, നിനക്ക് ഏറ്റവും അടുത്ത കുടുംബമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ പോകണ്ട. അതെന്നാ പോകണ്ടത്? അങ്ങോട്ട് കയറിയ കൈയും കാലും തല്ലി പിടിക്കുമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. പറഞ്ഞ് മനസ്സിലായി? ഈ ഒരു സാഹചര്യം ഏതെങ്കിലും ഉപദേശിമാർക്ക് ഉണ്ടായിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രാമത്തിലോട്ട് കയറ്റുകയില്ലെന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇവിടെ ഏതാണ്ട് ഒരു പുള്ളി സൈഡിൽ കൂടെ പോയി ചിരിച്ചില്ലെന്നും പറഞ്ഞ് യോഗത്തിന് വരാതെ വീട്ടിയിരിക്കുന്നത്. യേശു കർത്താവിനോട് പറയുകയാണ്, നിന്നെ പട്ടണത്തിൽ കണ്ട കല്ല് പിറകി എറിയുമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ പറയുകയാണ്, ഈ ശിഷ്യന്മാർക്ക് ഈ അടിയെന്ന് എഴുതി കാണിച്ചവർ ഓടുമല്ലോ, അതാണല്ലോ ഗെത്സമനയിലൊക്കെ സംഭവിച്ചത്. അത് ഇച്ചിരിയിലും തൻ്റെ ഇടം പത്രോസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർത്താവ് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും ആകെ വിഷമിച്ചു പോയി. ശിഷ്യന്മാർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുകയില്ലായിരുന്നു. ഈ യഹൂദിയിൽ കർത്താവിന് കയറാൻ പറ്റുകയില്ലായിരുന്നു. കയറിയുള്ള സ്ഥിതി എന്നാ? അവർ നിന്നെ എറിയാൻ ഭാവിച്ചല്ലോ, ഇനിയും നീ അവിടെ പോകുന്നു, എറി ഉറപ്പാ. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് എറി കൊണ്ടാലും വേണ്ടുകയില്ല, അടി കൊണ്ടാലും വേണ്ടുകയില്ല, നിന്ന കിട്ടിയാലും വേണ്ടുകയില്ല എന്ന ചിന്തയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സമയമായപ്പോൾ യേശുവിനെ അടിക്കാനും എറിയാനും നിന്ന പട്ടണത്തിലേക്ക്, ഊരുവിലൊക്കെ ഏർപ്പെടുത്തിയ പട്ടണത്തിലേക്ക് യേശു കടന്നുപോയി. സ്തോത്രം. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നോണ്ടാണ് ഈ പ്രാർത്ഥന. എന്താണ്? എൻ്റെ ചുറ്റും നിൽക്കുന്നവർ അറിയണം, എന്നെ എറിയാൻ പദ്ധതികൾ ഒരുക്കിയവരും, എറിയാൻ കല്ലെടുത്തവരും, എന്നെ ആക്ഷേപിക്കുന്നവരും, ഈ പട്ടണത്തിൽ നിന്നെ കണ്ടേക്കരുതെന്ന് പറഞ്ഞവരും അറിയണം, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാന്ന്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, യേശുവിനെ എറിയുവാൻ പദ്ധതി ഒരുക്കിയ
നിന്നെ ഈ ടൗണിൽ കണ്ടേക്കരുത്, ഈ പട്ടണത്തിൽ നിന്നെ കണ്ടേക്കരുത് എന്ന് പറഞ്ഞ അതേ പട്ടണത്തിലാണ് യേശു കർത്താവ് ഒരുത്തനെ ഉയർപ്പിച്ച് റോഡിലൂടെ നടത്തിയത്. എൻ്റെ ചിന്തയിൽ, എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദൈവിക ആലോചനയോടുള്ള ബന്ധത്തിൽ പറയുന്നു, ഏറ്റവും കൂടുതൽ യേശു പ്രതിസന്ധി അനുഭവിച്ച പട്ടണത്തിലാണ് യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്തത്. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ആ ശവശരീരത്തെ പേര് വിളിച്ച് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിലൂടെ നടത്തി ഭക്ഷണം കഴിക്കാൻ പന്തിയിലിരുത്തിയത്. പരിഹാസം കേൾക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നു. എവിടെയാണോ നീ കരഞ്ഞത്, അവിടെ കർത്താവ് നിന്നെ മാനിക്കും. എവിടെയാണോ നീ നിലവിളിച്ചത്, അവിടെ ദൈവം നിന്നെ ഉയർത്തും. ഏത് കുടുംബക്കാരാണോ, ഏത് നാട്ടുകാരാണോ, ഏത് ബന്ധുക്കാരാണോ, ഏത് ചാർച്ചക്കാരാണോ നിനക്ക് വിരോധമായി സംസാരിച്ചത്, പ്രാർത്ഥിച്ചു. ചുമ്മാ ഇരിക്കാതെ പ്രാർത്ഥിക്ക്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ദേശത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ലാസറിന്റെ കല്ലറവാതിക്കലും മറ്റും നല്ല കർത്താവ് ചെയ്തത്, അവിടെയും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച യേശുവിനെ നിങ്ങൾക്ക് കാണാം. അപ്പൊ എൻ്റെ ചോദ്യം, അപ്പം വാഴ്ത്താൻ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് നോക്കി. ലാസറിനെ ഉയർപ്പിക്കാൻ എന്ത് ചെയ്തു? മേലോട്ട് നോക്കി, എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അപ്പം യേശു കർത്താവ് പ്രവർത്തിച്ചതെല്ലാം പ്രാർത്ഥനയിലല്ലേ? അല്ലേ? നമ്മളും അങ്ങനെ ആകണ്ടേ? ഒരു ശുശ്രൂഷയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ്, ദൈവവേല ചെയ്യാൻ പോകുന്നതിന് മുൻപ്, ഒരു വഴിക്ക് പോകുന്നതിന് മുൻപ്, അല്ല, ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ദൈവത്തോടു കൂടെ ആരംഭിച്ച് ദൈവത്തോടു കൂടെ നടക്കുന്നതാകട്ടെ. ഏറ്റവും ഒടുവിൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അങ്ങ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതാകട്ടെ. പ്രാർത്ഥനയിൽ ആരംഭിച്ച കർത്താവ് പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു. ഒത്തിരി ഉണ്ട് കേട്ടോ, പറയാൻ നേരെയില്ല. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ഇത് പ്രധാനപ്പെട്ടതാ, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലോട്ട് എനിക്ക് വരാനുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ വെല്ലുവിളിയുണ്ട്. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും ആദിമസഭയും ഒക്കെ അനുഭവിച്ച പ്രതിസന്ധിയുടെ 10-1 പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് കടന്നുപോയ അനുഭവങ്ങൾ, അപ്പോസ്തലന്മാർ കടന്നുപോയ അനുഭവം. സ്തേഫാനോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടില്ലേ? സ്തേഫാനോസിനെ എന്തിനാ കല്ലെറിഞ്ഞു കൊന്നേന്നറിയാവോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എന്നത് കുടുംബ പ്രാർത്ഥനയിലൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഉൽപ്പത്തി മുതൽ ക്രിസ്തു വരെയുള്ള കാര്യങ്ങൾ പുള്ളി പ്രസംഗിച്ചു, എടുത്തു വായിപ്പിച്ചു. മോശയുടെ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞു. എന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞു, മോശയല്ല നേതാവ്, മധ്യസ്ഥൻ ക്രിസ്തുവാന്ന് പറഞ്ഞു. യേശുവാണ് ദൈവമെന്ന് പറഞ്ഞു. സത്യം വിളിച്ചു പറഞ്ഞതിന്, വചനം പ്രസംഗിച്ചതിന് കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. ആത്മീക ശുശ്രൂഷകൾ ചെയ്തതിന് യാക്കോബിന്റെ തലയെ വെട്ടി കൊന്നു കളഞ്ഞു, തീർത്തു കളഞ്ഞു. എന്തിനാണ് ദൈവപുത്രനെ ക്രൂശിച്ചത്? കർത്താവ് ഇത്രയും പീഡകളും നിന്ദകളും എല്ലാം ഏറ്റുപോകുമ്പോൾ കുറേ സഹോദരിമാർക്ക് ഭയങ്കര സങ്കടം, വിഷമം. ആ സഹോദരിമാരോട് കർത്താവ് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സിസ്റ്ററെ, കരയണ്ട കേട്ടോ. പച്ച വൃക്ഷത്തിന് ഇതാ സംഭവിച്ചെങ്കിൽ ഉണക്ക വൃക്ഷത്തിന് എത്രയധികം. സ്വർഗത്തിൽ നിന്ന് വന്ന എനിക്ക് ഇതാ കിട്ടിയെങ്കിൽ നിനക്കെന്നാ കിട്ടുന്നതെന്ന് അങ്ങ് ഊഹിച്ചാൽ മതി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങനെ എന്നെ ഓർത്താരും വിഷമിക്കേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി നിങ്ങൾ കരവിൻ, പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞാൻ സഭയോട് പറയുകയാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്രയും അഴിമതി, ഇത്രയും പ്രതിസന്ധി, ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ഇത്രയും ക്രിമിനൽസ്, ഇത്രയും അഴിമതികൾ, ഇത്രയും തിന്മകൾ, സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വാത്സല്യമില്ലാത്തവർ, അപ്പനെയും അമ്മയെ സ്നേഹിക്കാത്തവർ, ബഹുമാനിക്കാത്തവർ, ചതിയന്മാർ, ഇത്രയും ചതിയന്മാരുള്ള ഒരു കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണെങ്കിലും അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ഉഗ്രന്മാരും ആയിത്തീരും, വാത്സല്യമില്ലാത്തവരായി തീരുമെന്നൊക്കെ ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നു. എങ്കിലും കുറേ കാലഘട്ടം കഴിയുമ്പം, ഒരു 20 വർഷം മുമ്പുള്ള കാലമല്ല അടുത്ത 20 വർഷം കഴിഞ്ഞപ്പം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ അവരുടെ
കാലഘട്ടത്തിൽ എന്തുമായിരിക്കും? ഒരു പക്ഷേ യേശുവിൻ്റെ വരവ് വൈകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വൈകില്ല, ഉടനെയുണ്ട്, അത് വാതുക്കലാണ്. വൈകിയാലുള്ള സ്ഥിതി എന്നായിരിക്കും? ലോകം എങ്ങോട്ട് പോവുക? പ്രാർത്ഥിക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി? പ്രാർത്ഥിക്കണ്ടേ കുടുംബത്തിന് വേണ്ടി? നേരത്തെ പെങ്കൊച്ചുങ്ങളെ സൂക്ഷിച്ചാൽ മതിയായിരുന്നു. ആൺകൊച്ചുങ്ങളെ സൂക്ഷിക്കേണ്ട കാലഘട്ട. പെണ്ണിനോടും ആണിനോടും കാമാസക്തിയോടെ പെരുമാറുന്ന പൈശാചിക നിറഞ്ഞ, പാവം നിറഞ്ഞ, പിശാച് വാഴുന്ന ലോകം. പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. ജീസസ്. യേശു പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. മൂന്നാമതായി യേശു കർത്താവ് തൻ്റെ പ്രതിസന്ധികളെ, വേദനകളെ, കഷ്ടതകളെ പ്രാർത്ഥനയോടെ അഭിമുഖീകരിച്ച്. നോട്ട് ചെയ്തോണേ ഇതൊക്കെ. പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ മുഴുവൻ ഫേസ് ചെയ്തു. ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. വ്യക്തിപരമായി ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർക്കും അവരവരായിരിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ യേശു കർത്താവ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെയും ഈ എതിർപ്പുകളെയും ഈ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ചെന്നറിയോ? രാവിലെ എല്ലാം ഇറങ്ങി വന്ന് ഭയങ്കര മിറക്കിളുകൾ ചെയ്യും. ഈ യഹൂദന്മാരുടെയും പരീശന്മാരുടെയും വായിരിക്കുന്ന എല്ലാം മേടിച്ചു കിട്ടും. ശരിക്കും മേടിച്ചു കിട്ടും. അന്നത്തെ കാലത്ത് ഈ ഫേസ്ബുക്കും വാട്സാപ്പും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ട്രോള് കമ്പനി യേശുവിനെ അങ്ങ് ഏറ്റെടുത്തേനെയായിരുന്നു. എല്ലാ ട്രോള് കമ്പനികൾ മുഴുവൻ യേശുവിനെ അങ്ങ് ഏറ്റെടുത്തേനെയായിരുന്നു. മുഴുവൻ കർത്താവിനെ കുറിച്ചായിരുന്നേനെ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കാരണം മണ്ണെടുക്കുന്നു, മണ്ണിലേക്ക് തുപ്പുന്നു, തുപ്പിയിട്ട് അത് കുഴയ്ക്കുന്നു, ഒരുത്തൻ്റെ കണ്ണയിലോട്ട് തേച്ച് കൊടുക്കുന്നു. വൈകിട്ടിറങ്ങത്തില്ലേ അതിൻ്റെ ട്രോള്? ഇറങ്ങില്ലേ? കടലിലൂടെ നടക്കുന്നു. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീയ കാര്യങ്ങൾ ജഡീകനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആത്മീയ കാര്യങ്ങൾ ആത്മീയരോട് പറയണം. പക്ഷെ ആത്മീയരുടെ ഇടയിലും അനാത്മീയരുണ്ടായിപ്പോയി എന്നുള്ളതാണ് ആത്മീയ സമൂഹത്തിൻ്റെ പരാജയം. സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ പ്രവർത്തികൾ പ്രാർത്ഥനയിൽ ഫേസ് ചെയ്തു. ഫേസ് ചെയ്യാം, നമുക്ക് സധൈര്യം ഫേസ് ചെയ്യാം പ്രാർത്ഥനയിൽ. ഒന്ന് വായിച്ചോ ദൈവദാസനെ, കർത്താവ് എങ്ങനെയാ ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തതെന്ന്. ഈ പകലെല്ലാം ഈ പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും ഒക്കെ വായിരിക്കുന്ന എല്ലാം മേടിച്ച് കിട്ടിയിട്ടും ഭയങ്കര മിറക്കളാണ് നടക്കുന്നത്. ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ണ് ഉറക്കുക. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? വായിരിക്കുന്ന എല്ലാം ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ കൈ നിവർന്നു വരിക, അത്ഭുതങ്ങൾ നടക്കുക. പക്ഷേ യേശുവിനൊരു വലിയ ഗുണം ഉണ്ടായിരുന്നു. ആ ഗുണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. വൈകുന്നേരം ആയപ്പോൾ യേശു മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അപ്പനുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പനുമായിട്ട് എല്ലാ ദിവസവും മിണ്ടുമായിരുന്നു. തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവുമായിട്ട് എല്ലാ ദിവസവും യേശു മിണ്ടുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നിങ്ങളോട് പറയട്ടെ, തൻ്റെ പിതാവിനോട് മിണ്ടാത്ത ഒരു ദിവസവും പുത്രനില്ലായിരുന്നു. ദൈവമക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സ്വർഗീയ പിതാവിനോട് മിണ്ടുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്വന്തം അപ്പനോടും അമ്മയോടും മിണ്ടുന്നുണ്ടോ? യേശു കർത്താവ് തൻ്റെ ഡാഡിയോട്, തൻ്റെ അപ്പായോട് എല്ലാ ദിവസവും മിണ്ടുമായിരുന്നു. അപ്പനോടും അമ്മയോടും മിണ്ടുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? അപ്പനോടും അമ്മയോടും മിണ്ടത്തൊന്നുമില്ല. പക്ഷേ 40 ദിവസം ഉപവാസം. 40 ദിവസമായിട്ട് ഞാൻ പ്രത്യേകമായ ഉപവാസത്തിലാണ്. ആ ഉപവാസം എന്തിനാണെന്നറിയോ? അയലോക്കക്കാരനെ നശിപ്പിക്കാനാ. അയലോക്കക്കാരനാ ഈ ഉപവാസത്തിൽ മൊത്തം പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രത്യേക ഉപവാസം. അപ്പനോടും അമ്മയോടും മിണ്ടുകയില്ല, പെറ്റാളേക്ക് പച്ചവെള്ളം കൊടുക്കുകയില്ല. ഭയങ്കര ഉപവാസമാണ്. യേശു തൻ്റെ പിതാവിനോട് എല്ലാ ദിവസവും മിണ്ടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. നിങ്ങളുടെ വീട്ടിലും ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഒരു അപ്പനും അമ്മയും. നിങ്ങൾക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പിതാവ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിലോട്ട് പോകുന്നില്ല.
യേശു കർത്താവ് തന്റെ പ്രതിസന്ധികളെ പ്രാർത്ഥനയോട് അഭിമുഖീകരിച്ചത് വായിക്കാം. ലൂക്കോസ് 22:39 മുതൽ 46 വരെ. പിന്നെ അവൻ പ്രാണവേദനയിലായി. 44 വാക്യമാണത്. പക്ഷെ 39 മുതൽ ഒന്ന് വായിച്ചേ. 22:39 ലൂക്കോസ്. പിന്നെ അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ഞാൻ ഇവിടുന്ന് ഒരു ഭാഗം നിങ്ങളോട് പറയുന്നു. പതിവ് പോലെ പ്രാർത്ഥന ഒരു പതിവായിരിക്കണം. എല്ലാ ദിവസവുമുള്ള ഒരനുഭവമായിരിക്കണം. അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അനുഗമിക്കുന്നതേ ഉള്ളൂ. അവരും പ്രാർത്ഥനയുടെ ആ ഭാഗത്തേക്ക് അനുഗമിച്ചു. എന്നിട്ട് എന്നാ ചെയ്തേ? ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. പരീക്ഷകൾ, ടെംപ്റ്റേഷൻസ്, പ്രതിസന്ധികൾ, കഷ്ടതകൾ എല്ലാവർക്കും ഉണ്ട്. അതില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ദൈവപുത്രനായ യേശുവിന് പോലും അതുണ്ടായിരുന്നു. പക്ഷെ അതിനെ നിങ്ങൾക്ക് നേരിടാൻ കഴിയണമെങ്കിൽ, സർവോപരിയായിട്ട് ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ കഴിയണമെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കഷ്ടതയുടെ, പ്രതിസന്ധിയുടെ, വേദനയുടെ, വൈഷമ്യതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശു കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നു. അവിടെയും തുറക്കപ്പെട്ട ഒരു സ്വർഗം നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. തന്നെ ബലപ്പെടുത്തുവാനായി ആ ദൂതൻ ഇറങ്ങി വന്നു. 44 വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. താൻ പിതാവിനോട് പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും ആഴമേറിയ ഒരു ഘനമുണ്ടായിരുന്നു. അതിൽ അവൻ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്തൊക്കെയോ ആചാരനാകുകയല്ല, വായി വന്ന് എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയുകയല്ല. ശ്രദ്ധയോടെ പറയപ്പെടുന്ന ഓരോ പദങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു മോഡൽ കർത്താവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന കുറേ പ്രാസമെല്ലാം കൂടെ ഒപ്പിച്ച് എവിടെ നിന്നൊക്കെയോ കാണാതെ പഠിച്ച കുറേ സാധനങ്ങൾ പറയുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എന്ന് പറയുന്നത്. മുഴുവൻ ബഹുമാനവും ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട്, ആ കണ്ണേലോട്ട് നോക്കി, ആ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രദ്ധയോടെ ഓരോ പദങ്ങളും ശ്രദ്ധയോടെ പറയുന്ന ആ കോൺവെർസേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്? ദാറ്റ് ഈസ് എ പ്രയർ. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കഠിനാധ്വാനമാണ്. ദാറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. ഒരു ലേസി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു പണിയല്ല പ്രാർത്ഥന. ഓരോ വ്യക്തികളുടെ വിഷയങ്ങളും എടുത്തു വെച്ച് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്ക്. കണ്ണിനകത്തുനിന്ന് ഒഴുകുന്ന കണ്ണുനീരും പിടയുന്ന ചങ്കും വിറയ്ക്കുന്ന മുഴങ്കാലുകളും അവർ അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ പ്രാധാന്യത അറിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്ക്, പ്രാർത്ഥിച്ചവരോട് ചോദിക്ക്, പ്രാർത്ഥനാ ജീവിതമുള്ളവരോട് ചോദിക്ക്. ദൈവം ആരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ആ ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം അസാധാരണമായ ഒരു രഹസ്യമുറി ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, ദൈവം ആരെയൊക്കെ ശക്തമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ, പുറമേ കാണുമ്പോൾ അവർ ശുശ്രൂഷിക്കുന്നു, ജനക്കൂട്ടം അവരെ അനുഗമിക്കുന്നു, വലിയ മിനിസ്ട്രികൾ നടക്കുന്നു, സഭകൾ സ്ഥാപിക്കുന്നു, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിലും ദൈവം അവരെ നിലനിർത്തുന്നു. ഇവർക്കെല്ലാം
ഒരു രഹസ്യമുറി ഉണ്ടായിരുന്നു. അത് ഉൽപ്പത്തി തൊട്ട് തുടങ്ങിയാണെന്നേ. കാരണം എല്ലാ ദിവസവും ഈവനിങ് ടൈമിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യനുമായി സംസാരിക്കുവാനും ആദത്തിന്റെ ഹവ്വയുടെയും വർത്താനം കേൾക്കാനും ദൈവം വരുമായിരുന്നു. എവ്രി ഡേ. യഹോവയാകുന്ന ദൈവം ഓടുന്ന കാലൊച്ചയല്ല അവർ കേട്ടത്. യഹോവയാകുന്ന ദൈവം ജോഗിങ് ചെയ്യുന്ന സ്പീഡിൽ നടക്കുന്ന കാലൊച്ചയല്ല അവർ കേട്ടത്. യഹോവയാകുന്ന ദൈവം നടക്കുന്ന കാലൊച്ച അവർ കേട്ടു. എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ ഓടുന്ന ഒരു അനുഭവമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ ജോഗ് ചെയ്യുന്ന ഒരു അനുഭവമല്ല, അതിശ്രദ്ധയോടെ വാക്കിംഗ് ആണ്. Prayer is not on jogging. Prayer is not on running. Prayer is walking with God. അവർ ദൈവത്തോട് കൂടെ നടന്നു, വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു. ആദോ ഹൗവയും. ഹല്ലേലൂയ. യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഹല്ലേലൂയ. ഞാൻ ഓർക്കായിരുന്നു, നമ്മൾ ആർക്കെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് ഒഴുകാറുണ്ട്, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇതുവരെ കണ്ണീന്നും രോമകൂപങ്ങൾക്കിടയിൽ നിന്നും ചോരയൊന്നും വന്നിട്ടില്ല. എത്ര പ്രഷറാണ്, എത്ര ഭാരമാണ്, എത്ര ആത്മഭാരത്തോടെയാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ ആത്മഭാരവും ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ നമുക്കുണ്ടോ? നമുക്കുണ്ടാകണം. അതിനു വേണ്ടി ദൈവം ഇങ്ങനൊരു സാഹചര്യമൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ അനുവദിച്ചിരിക്കുന്നത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനുമായിട്ട് അകലം പാലിക്കുവാനും ദൈവവുമായിട്ട് അടുത്തിരിക്കാനുമുള്ള സമയമായത്. സ്തോത്രം. എന്നിട്ട് 45-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് നിങ്ങൾ ഉറങ്ങുന്നത്. അങ്ങനെ ഒരു പദം കണ്ടോ? വിഷാദം എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? 45-ാം വാക്യത്തിൽ 22-ന്റെ ഇത്രയും കഷ്ടതയും പ്രതിസന്ധിയും അനുഭവിക്കുന്ന അടുത്ത മണിക്കൂറുകളിൽ താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ കർത്താവിന്റെ മുഖത്ത് വിഷാദമില്ല. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ശിഷ്യന്മാർ വിഷാദത്തിലാണ്. കാര്യം അവർ പ്രാർത്ഥനയിലല്ല, അവർ ഉറക്കത്തിലാണ്. ആർക്കാണ് വിഷാദം, ഡിപ്രഷൻ? ആർക്കാണ്? ഓ, ഞാനങ്ങ് ഭയങ്കര ഡിപ്രസ്ഡാ ബ്രദറെ, ഞാനങ്ങ് എന്തോന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ വല്ലാത്ത ഡിപ്രഷൻ. പ്രാർത്ഥിക്ക. ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആകേണ്ടത് യേശു. ബട്ട് he was not depressed because he was prayed. He received the power from heaven. But the disciple was very depressed. Why? എന്തുകൊണ്ട്? അവർ ഉറങ്ങുമായിരുന്നു. അവർ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുമായിരുന്നു. ഞാനൊരു സത്യം പറയാം, പ്രാർത്ഥിക്കേണ്ട സമയത്തും പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവൻ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നവരുണ്ട്, പ്രാർത്ഥനാ യോഗത്തിൽ ഉറങ്ങുന്നവരുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥനാ യോഗത്തിൽ ഉറങ്ങുന്നവരും പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നവരെ ശ്രദ്ധിക്ക്. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഓടും വണ്ടി, ഇപ്പൊ ഇങ്ങനെ ഓടും. പക്ഷെ ചില നാളുകൾ കഴിയുമ്പം എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, ഉറങ്ങാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ എന്ന് പറയേണ്ടി വരരുത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവസരം തന്നപ്പോൾ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. 46-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ്. കണ്ടോ? പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ഒരുക്കം. എഴുന്നേറ്റ്, get up, rise and pray, rise and pray. I say to you, this generation, all the El Shaddai ministry members, rise and pray.
for your nation, pray for your children, pray for your pastor, pray for your church, pray for your city, pray for the sick people. Pray, pray. എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. സഭയോട് പറയുന്നു, എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. ഉപവാസ പ്രാർത്ഥന വരിക 19 തീയതി മുതൽ കർത്താവ് അനുവദിച്ചാൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. ഉപവസിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുവീൻ, പ്രാർത്ഥിക്കുവീൻ. താങ്ക് യു ജീസസ്. ജിജി പാസ്റ്ററെ, ഇപ്പൊ ഈ വായിച്ച ഭാഗമില്ലേ, ഇത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച്, പ്രതിസന്ധികളിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. ശരിക്കും ആത്മീയരായവരുടെ ചങ്ക് പൊട്ടിപ്പോവും അത് വായിച്ചാൽ തന്നെ. പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണ് നനയും അത് വായിച്ചാൽ തന്നെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു തന്റെ എബ്രായർ 5:7, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലയളവിൽ, തന്റെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ, എന്റെ നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അലറിക്കരഞ്ഞു, അലറിക്കരഞ്ഞു. ഉറച്ച നിലവിളിയോടെയും കണ്ണുനീരോടും കൂടെ യേശു പിതാവിനോട് അപേക്ഷിച്ചു, അഭയാചന കഴിച്ചു, ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചു. കഷ്ടതകളുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ നടുവിൽ പിറുപിറുക്കുന്ന ക്രിസ്തുവിനെ അല്ല ഞാനിവിടെ കാണുന്നത്. കളഞ്ഞിട്ട് പോകുന്ന, ദൗത്യം ഉപേക്ഷിച്ച് പിന്മാറിപ്പോകുന്ന, തിരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന പുത്രനെയല്ല ഞാൻ ഗത്സമനയിൽ കാണുന്നത്. നിയോഗത്തിന്റെ പ്രാർത്ഥനയുടെ ഗതശമനയിൽ, വെല്ലുവിളികളുടെ ചോര വിയർപ്പാകുന്ന ഗതശമനയിൽ, പ്രാർത്ഥനയുടെ പിന്തുണകൾ ആരും നൽകാതെ പ്രാർത്ഥനയ്ക്ക് പിന്തുണ തരേണ്ടവർ പോലും പോയി കിടന്നുറങ്ങുന്ന ഗതശമനയിൽ അഭയയാചനയും പ്രാർത്ഥനയും കഴിച്ചലറി വിളിച്ചു പിതാവിനോട് കരയുന്ന പുത്രനെയാണോ നീ സേവിക്കുന്നത്? അതാണോ നിന്റെ ദൈവം? യേശുവാണോ നിന്റെ രക്ഷകൻ? യേശുവാണോ നിന്റെ കർത്താവ്? ആണെങ്കിൽ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. ഒരു വലിയ ചിന്ത അകത്ത് വേണം. ഇത്രയും പ്രാർത്ഥിച്ച, ഇത്രയും കരഞ്ഞ, ഇത്രയും ഉപവസിച്ച യേശുവിന്റെ മുമ്പിൽ ഈ ജീവിതം അവസാനിപ്പിച്ച് അവിടെ പോയി എങ്ങനെ അവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാതെ ഈ ഭൂമി കറങ്ങിയടിച്ച് നടന്നിട്ട് ചെന്ന് നിൽക്കുമെന്നൊന്ന് ചിന്തിക്കുക. പ്രാർത്ഥിക്കുക. ഐ എം വെരി സീരിയസ് ടുഡേ because my subject is very serious. I'm not preaching a simple things. ചോര വേർപ്പാകുന്ന, വേർപ്പ് ചോരയാകുന്ന ഉറച്ച നിലവിളിയുടെ പ്രാർത്ഥനയുടെ ഗതശമന എനിക്ക് ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എനിക്കതിനെ സില്ലിയായിട്ട് കാണാൻ പറ്റുകയില്ല. ഉറച്ച നിലവിളിയോടെയും കണ്ണുനീരോടെയും പിതാവിനോട് അഭയാചന കഴിച്ച പുത്രനെ പ്രസംഗിക്കാൻ വെറുതെ പറ്റുകയില്ല. താങ്ക് യു ജീസസ്. ഭയഭക്തി നിമിത്തം പാസ്റ്റർ ജിജി അതിന്റെ 8-9 വാക്യം കൂടെ ഒന്ന് വായിച്ചോ. എബ്രായർ 5:8-9 വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഈ കണ്ണുനീരിന്റെ, ഈ പ്രാർത്ഥനയുടെ, ഈ കഷ്ടതയുടെ നടുവിൽ പിതാവായ ദൈവം പുത്രനെ അനുസരണം പഠിപ്പിച്ചെന്ന്. ഈ സഭയ്ക്കകത്തൊക്കെ അനുസരണം കെട്ടവരുണ്ട്. ഏതെങ്കിലും പാസ്റ്റർമാർ എന്നെ കേൾക്കുന്നുണ്ടോ? എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, ഒത്തിരി പേര് കാണുന്നതാണല്ലോ ഈ സർവീസ്. നിങ്ങളുടെ ചർച്ചിൽ അനുസരണം കെട്ടവരുണ്ടെങ്കിൽ
അവർക്ക് വേറൊരു കംപ്ലൈന്റും ഇല്ല, അവർ പ്രാർത്ഥിക്കാത്തവരാണ്. ദൈവവുമായിട്ട് അവർക്ക് വ്യക്തിപരമായി ബന്ധമില്ലാത്തവരാണ്. വേറെ ഒരു കാര്യത്തിലും അവർ കുഴപ്പമില്ല കേട്ടോ. അനുസരണം കെട്ടവരെവിടെ ഉണ്ടോ അവരുടെ ഹിസ്റ്ററി ഒന്നും ചെയ്യാൻ പോകണ്ട. അവന് ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്, പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന് അനുസരണം ഉണ്ടാവും, ദൈവത്തോടും മനുഷ്യരോടും. പുത്രനെ പിതാവ് അനുസരണം പഠിപ്പിച്ചു. അത് അനുസരണം കെട്ടവനായതുകൊണ്ടല്ല കേട്ടോ, നമുക്കുള്ള പാഠങ്ങളായതൊക്കെ. വേറെ ആരാ നമ്മുടെ എക്സാമ്പിൾ? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ എക്സാമ്പിൾ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർസ്റ്റോൺ ഓഫ് അവർ ചർച്ച്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുവാണ് നമ്മുടെ എക്സാമ്പിൾ. പുത്രൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ അനുസരണം പഠിച്ചു. നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളുണ്ട്, നല്ലതായിട്ടൊരു പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയുള്ളവനൊരു പ്രത്യേകതയുണ്ട്, അവൻ ആരോടും എതിർക്കാനും മത്സരിക്കാനും അസൂയപ്പെടാനും ഒന്നും പോവുകയില്ല. അവൻ്റെ ആ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഹമ്പിളായിരിക്കും. മോശയെ നോക്കിയേ, പൂഴിമണ്ണിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുന്ന മനുഷ്യനാണ്. ദൈവസന്നിധിയിൽ ഭയങ്കര ഹമ്പിളാ പുള്ളി. തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന പൂഴിമണ്ണയിൽ അങ്ങ് വീഴും, പുള്ളി ആരാന്ന് നോക്കുകയില്ല. ദാവീദ്, ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന രാജാവെന്നും പുള്ളിക്ക് ചിന്തയില്ല. രാജവസ്ത്രമൊക്കെ എടുത്ത് ഊരെ കളഞ്ഞു വെച്ചു, മഞ്ഞുനൂൽ വസ്ത്രം ധരിച്ച് പെട്ടകത്തിന് മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുക. മീകൾ എന്നാ കിടന്ന് പറയട്ടെ, എനിക്കതൊരു വിഷയമല്ല. ഹമ്പിളാണ്, പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകതയാണത്. ഈ ഒരു വിഷയം എബ്രായർ 5:8 ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലേക്ക് കൊണ്ടുവരുമ്പം പൗലോസ് പറയുന്നുണ്ട്, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അനുസരണമുള്ള പുത്രന്മാർ എഴുന്നേൽക്കട്ടെ, അനുസരണമുള്ള പുത്രിമാർ എഴുന്നേൽക്കട്ടെ, അനുസരണമുള്ള ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ, അനുസരണമുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ, അനുസരണമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, മാതാപിതാക്കളെ നിങ്ങളോട് അനുസരണമുള്ളവരാകട്ടെ. യേശു കർത്താവ് അനുസരണമുള്ളവനായി. ഇനി 4-ാമത്തെ കാര്യം, ഞാനിപ്പോൾ 3 കാര്യം പറഞ്ഞു. 1, യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. 2, യേശു പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു. 3, യേശു പ്രതിസന്ധികളെ, കഷ്ടതകളെ, ഗതശമനെ പ്രാർത്ഥനയിൽ നേരിട്ടു. 4, യേശു കർത്താവ് സ്വർഗീയ പിതാവ് തന്നെ അയച്ച ദൗത്യങ്ങൾ പൂർണ്ണമായി നിർവഹിച്ച് പ്രാർത്ഥനയോടെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. എന്താ ഞാനത് എടുത്തെന്നറിയാവോ? നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ എനിക്ക് ഇങ്ങനൊരു പദം പറയാം. പ്രാർത്ഥനയോടെ ആരംഭിച്ചവൻ പ്രാർത്ഥനയോടെ അവസാനിപ്പിച്ചു. യോർദാനിൽ, ജോർഡനിൽ പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചവൻ ഏറ്റവും ഒടുവിൽ അഴിമതിയിലല്ല അവസാനിപ്പിച്ചത്, അഹങ്കാരത്തിലല്ല അവസാനിപ്പിച്ചത്, പ്രാർത്ഥനയോടെ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ഭാഗം ഒന്ന് വായിക്കാമോ, ശ്രദ്ധിക്കാമോ? ലൂക്കോസ് 23:44 മുതലുള്ള ഭാഗത്ത് ഞാനൊന്ന് വായിക്കാം. ലൂക്കോസ് 23:44 മുതൽ. ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. 46-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. യോർദാനിൽ നിന്നുകൊണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം തുറന്ന സ്വർഗത്തിൽ പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിൽ കേട്ടുകൊണ്ട് ആരംഭിച്ച തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ ഏറ്റവും ഒടുവിൽ ക്രൂശിൽ കിടക്കുമ്പോഴും നാക്കിറങ്ങി അണ്ണാക്കിനോട് പറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ തൊണ്ട വരളുമ്പോഴും അട്ടികൊണ്ട് തകർന്ന് തരിപ്പണമായി ക്രൂശി കിടക്കുമ്പോഴും
പ്രാർത്ഥിക്കാൻ മറന്നുപോകാത്ത പുത്രനെ കാണുന്നുണ്ടോ നിങ്ങൾ? പിതാവിനോടുള്ള കോൺവെർസേഷൻ കട്ടായി പോകാത്ത പുത്രനെ കാണുന്നുണ്ടോ നിങ്ങൾ? പ്രതിസന്ധിയുടെ നടുവിലും പിതാവിനോടുള്ള കോൺവെർസേഷൻ കട്ടായിട്ടില്ല മോനെ. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്ന നിലവിളിച്ച് പറഞ്ഞ് ആ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാണനെ വിട്ടു. പ്രാർത്ഥനയോടെ ആരംഭിച്ചവൻ ഈ ഭൂമിയിൽ പ്രാർത്ഥനയിൽ തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചു. ഇനി ഒരു ചോദ്യം, യേശു കർത്താവ് ഇപ്പോഴെന്നാ ചെയ്യുക? അത് പാസ്റ്ററെ, ഭൂമിയിൽ കർത്താവ് വന്നപ്പം പ്രാർത്ഥനയോടെ തുടങ്ങി, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിൽ കഷ്ടതകളെ അഭിമുഖീകരിച്ചു, പ്രാർത്ഥനയിൽ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. ഒക്കെ ശരിയാണെങ്കിലും ഇപ്പോഴെന്നാ ചെയ്യുന്നേ? സ്റ്റിൽ ഈസ് പ്രേയിങ്. ഇപ്പോഴും യേശു പ്രാർത്ഥനയിലാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം, 5-ാമത്തെ വിഷയം, യേശു ക്രിസ്തു ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. റോമർ 8:34. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്നരുളി ചെയ്ത കർത്താവ് അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അവൻ്റെ ജനത്തിനു വേണ്ടി ഈ 2020-ലും ഇപ്പോൾ ഈ സമയത്തിലും ഈ ഒക്ടോബർ മാസം 11-ാം തീയതി 12:45 യേശു ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ഞായറാഴ്ച കുറേ കൂടെ ഒക്കെ ബിസി ആയിരിക്കും, അതുപോലെ പ്രാർത്ഥനയിലാണ്. കാരണം എന്നാണെന്നറിയാവോ? 1 തിമോത്തി 2:5-6 വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി ജീവനെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പല മധ്യസ്ഥന്മാരില്ല. There is only one God and one mediator. His name is Jesus. There is one God, not many gods. There is only one God, not many gods. ദൈവം പലതില്ല, ദൈവം ഒരുവനേ ഉള്ളൂ, ഏക സത്യദൈവം. There is many mediators, there is not many mediators. There is only one mediator. His name is Jesus. പല മധ്യസ്ഥന്മാരില്ല, ഏക മധ്യസ്ഥൻ, ഒറ്റ മധ്യസ്ഥൻ, യേശു ക്രിസ്തു. ഒറ്റ മധ്യസ്ഥനെ ഉള്ളെന്ന്, അത് യേശുവാണെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ പലതുണ്ടെന്ന് പറയുന്നത് ഏറ്റെടുക്കരുത്. ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ പലതുണ്ടെന്ന് വിശ്വസിക്കരുത്. വിശുദ്ധ ബൈബിൾ കയ്യിൽ കൊണ്ട് നടക്കുന്നവർക്ക് അത്രയുമെങ്കിലും ഒരു പരിജ്ഞാനം ഉണ്ടാകണം, അത്രയെങ്കിലും, അറ്റ്ലീസ്റ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, സഹോദരങ്ങളെ, സന്തോഷമുണ്ടല്ലോ. ഇപ്പോഴും യേശു പ്രാർത്ഥനയിലാണ്. ഏത് സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് ഓടി വരുവാനുള്ള അധികാരം, റൈറ്റ്, അവൻ തന്നിരിക്കുകയാണ്. ഞാൻ ഇനി ചില മിനിറ്റുകൾക്കുള്ളിൽ ഇത് അവസാനിപ്പിക്കും. 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്തട്ടെ. എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പ്രാർത്ഥനയുടെ ഡിഫറെന്റ് ഡൈമെൻഷൻസ്, വിവിധ അനുഭവങ്ങൾ. ഒന്ന്, യേശുവാണല്ലോ മാതൃക. യേശു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥനയുടെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. യേശു പ്രാർത്ഥനയിൽ കഷ്ടതകളെ അഭിമുഖീകരിച്ചു. യേശു പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചു. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകണ്ടേ? കർത്താവിൻ്റെ മക്കൾ അങ്ങനെ ആയിരിക്കണ്ടേ? പ്രാർത്ഥിക്കുക.
പ്രയറിൻ്റെ, പ്രാർത്ഥനയുടെ വിവിധ ഡൈമെൻഷൻസിനെ കുറിച്ച് ഇന്നത്തെ സെഷനിൽ കംപ്ലീറ്റ് ആകുക, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാം. നമ്പർ 1, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. പ്രയർ ഇൻ ഫെയ്ത്ത്. എല്ലാവരും ഒന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാണെങ്കിലും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. പ്രയർ ഇൻ ഫെയ്ത്ത്. പ്രയർ ഇൻ ഫെയ്ത്ത്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്തോടു കൂടെ. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കതങ്ങ് വായിച്ചേക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നിട്ട് ഒരു പ്രാർത്ഥനാ വീരന്റെ ചരിത്രവും കൂടെ എടുത്തു വെച്ചേച്ച് നിർത്തുകയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുകയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അപ്പോൾ ഈ പ്രത്യേക കാലഘട്ടം എന്തിനുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. രക്ഷിക്കുന്ന പ്രാർത്ഥന ഏതാ? എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന ഏതാ? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന പ്രാർത്ഥന ഏതാ? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന സൗഖ്യം കൊണ്ടുവരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. ഇന്നത്തെ ഈ സർവീസിലും നടക്കും. ഞാൻ ഈ മീറ്റിങ്ങിൽ ഏറ്റവും ഒടുവിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ ഹീലിംഗ് ഉണ്ടാകേണ്ടതിന്, രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പം രോഗവും പാപവുമായി കണക്റ്റഡ് ആണ്. കർത്താവിന് ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കണം. യേശുവിനോട് എന്നാ പറഞ്ഞേ? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. അപ്പൊ രോഗവും പാപവുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പാപം എവിടെ പെരുകുന്നോ രോഗം അവിടെ പെരുകും, മരണം അവിടെ പെരുകും. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചില കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം കേട്ടോ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അവസാനം വലിയ ഹീലിങ്ങുകൾ, സൗഖ്യങ്ങൾ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചോണ്ടിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കേട്ടിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്, ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുള്ളത് കൊണ്ടും കുഞ്ഞനുഭവങ്ങളുള്ളത് കൊണ്ട്. എത്രയോ പേരുടെ ആർത്രൈറ്റീസ്, റൊമാറ്റിക് ആർത്രൈറ്റീസ് ഒക്കെ ചില വ്യക്തികളോട് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുകയും വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നവരോട് മിണ്ടുകയും അത് വിളിച്ച് പറയുകയും അവരോട് ആ ക്ഷമ അവർക്ക് കൊടുക്കുകയും വേദന കർത്താവിന് കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എത്രയോ വ്യക്തികൾക്ക് ഈ അസ്ഥികൾ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സൗഖ്യമുണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് വേണം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 38 വർഷം ബെത്സേദ കുളക്കരയിലായിരുന്ന രോഗിയെ യേശു ക്രിസ്തു സുഖപ്പെടുത്തി. എന്നിട്ട് അവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് യേശു കണ്ടു. യോഹന്നാൻ 5 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മയായത് നിനക്ക് വരാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ, പാപം ചെയ്യരുത്. എപ്പോഴും രോഗങ്ങളുടെ പിറകിൽ മനുഷ്യൻ ചെയ്ത പാപം നിലനിൽക്കുന്നു. അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്.
ചില കുറവുകൾ, ചില പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ആ പാപത്തോട് ബൈ ബൈ പറഞ്ഞാൽ, വിട പറഞ്ഞാൽ, അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളിൽ നടക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്നെ ആക്ക് ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവദാസനെ, അവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കണം. അപ്പം ഈ യേശുക്രിസ്തു പ്രാർത്ഥനയുടെ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുന്ന പോലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ, പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഏലിയാവ്. അസാധാരണം കേട്ടോ. ഈ ഏലിയാവിൻ്റെ രംഗപ്രവേശനം, എൻട്രി എന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. എന്നാൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ്, അപ്പൻ്റെ പേരില്ല, അമ്മയുടെ പേരില്ല, കുടുംബ പേര് പറയാനില്ല, ഗോത്രം പറയാനില്ല, തൻ്റെ പ്രാഗൽഭ്യങ്ങൾ പറയാനില്ല. തിശ്ബിയിൽ നിന്ന് വന്ന, അറിയപ്പെടാത്തൊരു സ്ഥലത്ത് നിന്ന് വന്ന, ആരാലും അറിയപ്പെടാത്ത മനുഷ്യൻ. പക്ഷേ ആഹാബ് എന്ന പ്രഥമ പുരുഷനോട്, ഇസബേൽ എന്ന പ്രഥമ വനിതയോട്, രാജ്യത്തിലെ രാജാവിനോട് കൊട്ടാരത്തിൽ കയറി നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യത്തില്ല. കാര്യം ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ്. താൻ സേവിക്കുന്ന ദൈവത്തോടുള്ള തൻ്റെ ബന്ധം, തൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഒരാഹാബുമാരെയും പുള്ളി ഭയപ്പെടുകയില്ലായിരുന്നു, ഒരു ഇസബേലുമാരെയും തനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ഇസബേൽ തന്നെ വെല്ലുവിളിച്ചപ്പോൾ കർമ്മേലിൻ്റെ മുകളിൽ കയറിയിട്ട് പ്രാർത്ഥനാനിരതനായി പ്രാർത്ഥനയുടെ ഗിരികളിൽ മുഴങ്കാലുകൾ മടക്കി തലയിട്ട് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ദൈവിക സ്പർശനവും സ്വർഗീയ അഗ്നിയും യാഗപീഠത്തിൽ ഇറങ്ങി വന്ന് വലിയ ദൈവപ്രവൃത്തി കണ്ട മനുഷ്യൻ പിന്നത്തേതിൽ അതേ ഇസബേൽ വെല്ലുവിളിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഗിരികളിലേക്ക് ഓടേണ്ടതിന് പകരം ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി ഭയന്ന് വിറച്ചിരുന്നപ്പോൾ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. ദൈവത്തിൻ്റെ ജനമേ, ഇതിനകത്തല്ല ഏലിയാവ് പ്രാർത്ഥനയുടെ പ്രാധാന്യത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെല്ലുവിളികളെ നേരിടേണ്ടത് പ്രാർത്ഥനയുടെ ഗിരികളിലാണ്, ചൂരച്ചെടിയുടെ ചുവട്ടിലല്ല. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ, കൊട്ടാരത്തിനകത്ത് കയറി നിന്ന് തൻ്റെ ഇടത്തോടെ മുഖത്ത് നോക്കി, ഞാൻ പറയാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞതേ ഇവിടെ നടക്കുള്ളൂ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ധൈര്യമാണ്. പ്രാർത്ഥിക്കുന്നവനൊരു ധൈര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നവനൊരു തൻ്റെ ഇടമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണിനകത്തോട്ട് നോക്കിയാൽ ആ കണ്ണുകൾക്കകത്ത് തീ പാറുന്നത് കാണാം. അത് അമ്മാച്ചനും അമ്മച്ചിയും അപ്പച്ചനും കുടുംബക്കാരും ആ ബ്രദറും ഈ ബ്രദറും ആ സിസ്റ്ററും ആ പാസ്റ്ററും ഉണ്ടായോണ്ടല്ല. പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ അവൻ പ്രാർത്ഥനാ നിരതനായിരിക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർ പലരു വേണ്ട, ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ മതി ഏത് ഇസബേലിനെയും ആഹാബിനെയും സധൈര്യം നേരിടാൻ. ഉണ്ടാകട്ടെ ഈ കാലഘട്ടത്തിൽ. എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുകയല്ലേ ആരൊക്കെയോ. എന്നാൽ ഞാനങ്ങ് പറയട്ടെ, എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുന്നവരോട് ഞാനങ്ങ് പറയട്ടെ, ഒരു പ്രാർത്ഥനാ മനുഷ്യനാകുക. അത് എന്നെ കൊണ്ട് പറ്റുകയല്ല ബ്രദറെ. ഒരു പ്രാർത്ഥനാ മനുഷ്യനാകുക. ഹല്ലേലൂയ. ഇപ്പൊ വായിച്ചില്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിട്ട് അത് വന്ന് ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നിന്നില്ലേ? ഈ ഓൺലൈൻ സർവീസ് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഈ ഭാഗം എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18 വേഴ്സസ് 41 ഓൺവേഴ്സ് ഒന്ന് വായിച്ചേ. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ ഇവിടെ നിന്നേ ഞാൻ അടുത്ത വാക്യം വായിക്കാൻ പാസ്റ്ററോട് പറയുമ്പോൾ അതൊന്ന് വായിച്ചേക്കണേ. കർത്താവിന്റെ അഭിഷിക്തനെ,
പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, വിടുതലിൻ്റെ ശബ്ദം കാതുകളിൽ കേട്ടുകൊണ്ട് വിടുതൽ മുൻപിൽ കാണാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യൻ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശൈലികളൊന്ന് ശ്രദ്ധിച്ചോണേ. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ അതൊന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. മുട്ടയിൽ നിന്ന് കുനിഞ്ഞ് കാല് മുട്ടയെ തൊട്ട് തല ആ മുട്ടയെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം വളരെ തിന്നായിട്ടുള്ള, സ്കിന്നി ആയിട്ടുള്ള, മെലിഞ്ഞൊരു മനുഷ്യൻ. കുടവേറുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുകയില്ല. ഇന്നത്തെ ഏലിയാവുമാർക്ക് പറ്റുകയില്ല. ഇന്നത്തെ ഓരോ ഏലിയാവുമാർക്കും പറ്റുകയില്ല. കാരണം ഉപവസിക്കാറൊന്നുമില്ല. ഈ പുള്ളിയൊക്കെ 40 ഇരുന്നിരുന്ന് അങ്ങനെ ആയേ. ഏലിയാവേ ഈ 40 ഇരുന്നിരുന്ന് അങ്ങനെ ആയേ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഏലിയാവുമാർ 30 ദിവസത്തേക്കുള്ള സാധനം അല്ല മേടിക്കുന്ന, 40 ദിവസത്തേക്കുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വെക്കുക. 40 days ഒക്കെ അതാ ഇപ്പം അവരുടെ. മോനെ 40 days സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരൂ. ഏലിയാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ വളഞ്ഞ് മുട്ടയിൽ തല വെച്ച് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പുള്ളി മുട്ട കയറിയ പിന്നെ ആ പരിസരത്തൊരു പിശാചിനും ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നുള്ളതായി ഈ ബാലിൻ്റെ ആൾക്കാരും ഇസബേലിൻ്റെ ആൾക്കാരും ബാലയെ എന്ന് കിടന്ന് നിലവിളിച്ചിട്ടും ഒന്നും അവിടെ നടക്കാതെ പോയത്. ബാല് പ്രവർത്തിക്കുന്ന ബാലാണ്. ബാലിനും തീയിറക്കാൻ പറ്റും, പിശാചിനും അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പിലാണ് ഇസബേൽ ഈ ചലഞ്ചിനെ വിളിച്ചിരിക്കുന്നത്, ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പക്ഷെ പിശാചിൻ്റെ ഒരു വെല്ലുവിളി നടക്കുന്നില്ല. ഈ പുള്ളി മുട്ടയെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിൽ ഒന്നിനും അടുക്കാൻ പറ്റുകയില്ല. ഇന്നത്തെ പുള്ളികൾ മുട്ടയിലല്ല, പഞ്ചായത്തിൽ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ മതി, എവിടെയെങ്കിലും കാണും. ഏതെങ്കിലും കടയുടെ തിണ്ണയിലോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ കാണും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ഞാനിതൊക്കെ പ്രിയപ്പെട്ടവരെ ഫണിയായിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി പറയല്ല. പ്രാർത്ഥനയുടെ വിഷയം എനിക്ക് തമാശ പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റണില്ല. ഞാൻ ഇപ്പം പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്, തമാശയൊന്നും അല്ലത്. പ്രാർത്ഥിച്ചോളാം ആൾക്കാർ പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം. ചുമ്മാതാ, ഇവരോടൊന്നും പ്രാർത്ഥിക്കാൻ പോലും പറയരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ദയവായിട്ടൊന്ന് ഏറ്റെടുക്കണേ. നമ്മൾ ഈ പല ആൾക്കാരോട് നമ്മൾ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിച്ചോണേ ബ്രദറെ, സിസ്റ്ററെ പ്രാർത്ഥിച്ചോളാം. എൻ്റെ പൊന്ന് ബ്രദറെ, ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 5 മാസമായി. ഈ പുള്ളി വേദപുസ്തകം, ഇപ്പൊ പുള്ളിയുടെ വേദപുസ്തകം തുറന്നാൽ മാസ്കൊക്കെ കിട്ടും. അതുപോലെ ഈ ബൈബിളൊക്കെ തുറന്നേച്ച് നാളുകളായി. കഴിഞ്ഞ ദിവസം റേഷൻ കാർഡ് വരെ കിട്ടിയെന്നാണ് കേൾക്കുന്നത് ബൈബിളിനകത്ത്. അവരോടാ പറയുന്നത് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണേ. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥന വേറെ ആർക്കും എഴുതി സബ്മിറ്റ് ചെയ്യാതെ പ്രാർത്ഥിക്കുന്നവരോട് പറയണം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നേ. ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ പറയുന്നു, സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഫാസ്റ്റിങ്ങോട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞുകൊണ്ട്, ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ടായി പറയുന്നത്. പ്രാർത്ഥിക്കുന്നു, ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനെ പ്രാർത്ഥിക്കുന്നു. വേറെ എന്നാ ചെയ്യാന്നേ? പ്രാർത്ഥിക്കുക, ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. പ്രസംഗകനെ ലോകം അറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചേച്ച് പോകരുത്. ആ പുള്ളി തന്നെ പ്രാർത്ഥിച്ചിട്ട് നാളുകളായി, ആ പുള്ളിക്ക് വേണ്ടിയിട്ട്. അങ്ങേറെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നാളുകളായി, പിന്നല്ലേ നിങ്ങൾക്ക് വേണ്ടി. കാണുമോ? പ്രാർത്ഥിച്ചോളാം അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ അങ്ങനെ ഈ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നവർക്കൊരു
ഒരു വചനവും കൂടെ കൊടുത്തേച്ച് ഇന്ന് ഞാൻ പോകുന്നുള്ളൂ. അവർ അതൊന്ന് കേട്ടേച്ച് പോയാൽ മതി. ഒന്ന് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 12:23. ഈ പ്രാർത്ഥിച്ചോളാം പാസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്ററെ. ഇത് പറയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. 1 സാമുവേൽ 12:21 വായിച്ചോ. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. അപ്പോൾ കൊലപാതകവും മോഷണവും മാത്രമല്ല പാപം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമോ? ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് മനസ്സിലാകില്ല. അവൻ ആവശ്യമില്ലാതെ ആരോടും ചാടിക്കറി പ്രാർത്ഥിച്ചോളാം എന്ന് പറയരുത്. ഐ വിൽ പ്രേ, ഷുവർലി വിൽ പ്രേ. പറയുന്നത് നല്ലതാ. ഞാനൊരു ഉപദേശം പറയാം, ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പം എനിക്ക് ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ ഫോണെ വിളിച്ചു. ഇവരെല്ലാം അത് കാണുന്ന കാര്യം. വണ്ടിയിലിരിക്കും, ചിലപ്പോൾ യാത്രയിലായിരിക്കും, ചിലപ്പം എവിടെയെങ്കിലും പോകുകയായിരിക്കും. ബ്രദറെ, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ അന്നേരം പ്രാർത്ഥിക്കും. അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അന്നേരം പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുന്ന ഉടനെ ഞാൻ പറയും, കർത്താവേ, ഇപ്പോൾ എന്നെ വിളിച്ച ജോർജ് ബ്രദറിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആ കുഞ്ഞിന് വേണ്ടി നീ അവിടുന്ന് പ്രവർത്തിക്കണേ, നീ അവിടുന്ന് അത്ഭുതം ചെയ്യണേ കർത്താവേ, നീ ഒരു വിടുതൽ അയക്കണേ, നിൻ്റെ കൺട്രോളിലോട്ട് ഞാൻ തരുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഞാനത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഫോൺ കട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അന്നേരം ഫോണിലൂടെ പ്രാർത്ഥിക്കും. സീരിയസ് ആയ കാര്യമാണെങ്കിൽ ഷുവർലി ഐ വിൽ പ്രേ എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി സമർപ്പിക്കുന്നു. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 12:23. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്ന് യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. ഏറ്റെടുത്തവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ഇനി ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചേ. നമ്മുടെ പ്രയർ ടവറിലൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങളില്ലേ, എൽഷദായുടെ, നിങ്ങൾ ഈ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പം പ്രാർത്ഥിക്കുന്നവരല്ലേ? പിന്നെ ഈ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരൊക്കെ ഇല്ലേ? അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരതിനു വേണ്ടി, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ സമർപ്പിതരായി നിൽക്കുന്നവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും അവരുടെ തലമുറയും ദൈവം മാനിക്കട്ടെ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ലൈഫിൽ പ്രവർത്തിച്ച ദൈവം അവരുടെ ജീവിതത്തെയും ഒരു അത്ഭുതമാക്കട്ടെ. ഓക്കെ, വായിച്ചേ. പിന്നെ ഏലിയാ ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ ഒന്നാമത് പറഞ്ഞു, ഏലിയാവ് പ്രാർത്ഥനയുടെ ഗിരികളിൽ, പ്രാർത്ഥനയുടെ മലമുകളിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചു. മഴയുടെ മുഴക്കം കാതിൽ വിശ്വാസത്താൽ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇനി ഈ ആക്ഷൻ ഓഫ് ഫെയ്ത്ത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രെയർ ഇൻ ഫെയ്ത്ത് എന്നുള്ള സബ്ജക്റ്റിൽ ഇതൊരു ഭയങ്കര പ്രാധാന്യതയുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ട് പോയി നോക്കാനാ പറഞ്ഞെന്നറിയാം? നീ ചെന്ന് കടലിന് നേരെ നോക്കുക. കാരണം ഈ കടലിന് നേരെ, അതിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മഴക്കോള് കയറി വരുന്നത് ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലം വേറെയില്ല. വെള്ളം പിടികിടുന്നുണ്ടോ? ബീച്ചിലൊക്കെ പോയവർക്കറിയാം. കാർമേഘം മഴ വരുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ കടലിലോട്ട് നോക്കുന്നവർക്കാണ്. അതിൻ്റെ മുകളിലാണ് ഇത് ആദ്യം കയറി വരുന്നത്. അപ്പം ഇതുവരെ കാർമേഘം കണ്ടിട്ടില്ല. മഴ പെയ്തിട്ടും ഏകദേശം 3.5 വർഷങ്ങൾ കഴിയുന്നു, പിന്നിടുന്നു, മഴ പെയ്യാറില്ല. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് തൻ്റെ വിശ്വാസം കണ്ടോ? കടലിന് നേരെ എന്ന് വെച്ചാൽ കാർമേഘം വരുന്നത് ഏറ്റവും ഭംഗിയായിട്ട് അവിടെയാണ് കാണാൻ പറ്റുന്നത്. വിശ്വാസത്താൽ കാർമേഘത്തെ കണ്ടുകൊണ്ടും വിശ്വാസത്താൽ മഴയുടെ മുഴക്കം കേട്ടുകൊണ്ടും കണ്ടിട്ടില്ലാത്തതിനെ കണ്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇതുവരെ കാർമേഘം ഇല്ല, കഴിഞ്ഞ 3-ലധികം വർഷമായിട്ടില്ല, മഴയില്ല ദേശത്ത്. കടലിന് നേരെ നോക്കി പുള്ളി പ്രാർത്ഥിക്കുക. ആ നോട്ടം നിങ്ങൾ കണ്ടോ? പുള്ളി പ്രാർത്ഥിക്കുമ്പം
പുള്ളി കാണുക കടലിന്റെ മേളിൽ കൂടെ മേഘം ഇങ്ങനെ കയറി വരുന്ന കാഴ്ച. എന്നിട്ട് ബാല്യക്കാരോട് പറയാം, നീ പോയി നോക്ക്, നിനക്കത് കാണാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പായിൽ നിന്ന്, പ്രാർത്ഥനയുടെ ഗിരിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നടക്കുവോ സാറേ എന്ന് ചോദിക്കുന്ന പ്രാർത്ഥനയല്ല ഇത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വെളിപ്പെടാൻ പോകുന്നത് കാണുക കണ്ണുകൊണ്ട്, വെളിപ്പെടാൻ പോകുന്നത് കേൾക്കുക ചെവി കൊണ്ട്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. അടുത്ത ഭാഗം അടുത്ത ആഴ്ചയിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ഡീപ്പായ സബ്ജക്റ്റാണ്, തീരുകയില്ല എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവജനമേ, ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ പ്രാർത്ഥനാ മനുഷ്യനെ തൊട്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ, വായ്കൾ തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇമ്മാനുവേലും സഹോദരങ്ങളും പ്ലാറ്റ്ഫോമിലേക്ക് വരിക. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഗാനത്തിന്റെ ഈരടികൾ വളരെ ശാന്തമായി പാടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ സർവീസിൽ ഇപ്പോൾ ആരും എക്സിറ്റ് ആകരുത്. ദിസ് ഇസ് എ ടൈം ഓഫ് പ്രേയർ. ഒരു ശുശ്രൂഷയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ശുശ്രൂഷ ഉണ്ടാകാം. ഒരു പ്രവാചകന് പകരം വയ്ക്കാൻ മറ്റൊരു പ്രവാചകൻ ഉണ്ടാകാം. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല പ്രിയപ്പെട്ടവരെ. അത് ഈ ഭൂമിയിൽ കാണിച്ചു തന്നത് യേശു കർത്താവാണ്. എല്ലാ ഉണർവുകളുടെയും പുറകിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എല്ലാ ഉണർവിന്റെ നേതാക്കന്മാർ, ദൈവം ഉപയോഗിച്ചവരെല്ലാം പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. ഒരു പരിധി വിട്ട്, ഒരളവ് വിട്ട് ദൈവം പ്രയോജനപ്പെടുത്തിയവരെല്ലാം പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരായിരുന്നു. ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോഴേ, ലിസൺ, ഒരു കാര്യം കർത്താവിനോട് പറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടക്കുന്നവൻ പാപത്തിൽ വീഴില്ല. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടക്കുന്നവൻ പാപത്തിൽ വീഴാൻ അവൻ അനുവദിക്കില്ല. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ മുമ്പിൽ വീഴാൻ മടി കാണിക്കുന്നവൻ നിരന്തരം പാപത്തിൽ വീഴും. അതൊരു സത്യമാണ്. പ്രാർത്ഥന നിന്നെ പുതിയൊരു മനുഷ്യനാക്കും. പ്രാർത്ഥനയുടെ ശക്തി അതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ജനം അന്വേഷിക്കട്ടെ. ദൈവത്തെ അനുഗമിക്കുന്നവനെ ജനം അനുഗമിക്കട്ടെ. യേശുവിനെ മാതൃകയാക്കുന്നവരെ ജനം മാതൃകയാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. പ്രാർത്ഥനയിൽ ആരംഭിച്ച, പ്രാർത്ഥനയോടെ പ്രവർത്തിച്ച, പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച, പ്രാർത്ഥനയിൽ ആത്മാവിനെ പിതാവിൽ ഭരമേൽപ്പിച്ച, ഇപ്പോഴും പ്രാർത്ഥന നിരതനായിരിക്കുന്ന കർത്താവിന്റെ മുൻപാകെ നമുക്ക് ഈ പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരുണ്ടോ? ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഞാൻ മറ്റൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. അന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പണമോ മറ്റൊന്നും വ്യക്തിപരമായി ഞാൻ ആവശ്യപ്പെടുന്നില്ല. ബട്ട് ഐ നീഡ് യുവർ പ്രേയേഴ്സ്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി സഹോദരിമാരുണ്ട്. അവർ വെറുതെ പറയുന്നതല്ല കേട്ടോ. അവർ വെറുതെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നവരല്ല. അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ, അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കാറുണ്ട്. താവേ, ഞങ്ങളുടെ ദൈവദാസനെ സൂക്ഷിക്കണേ, ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി പിതാക്കന്മാരുണ്ട്, ഒത്തിരി മക്കളുണ്ട്. എന്തിനാ പറയുന്ന, കൊച്ചു പിള്ളേരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ. ചിന്ന പാസ്റ്ററിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ഓർക്കുകയാണ്. നിർത്തിക്കളയരുത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലരുടെ മുഖം എൻ്റെ മുമ്പിലേക്ക് വരാറുണ്ട്. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. സർവോപരിയായിട്ട് അതൊരു ഈസി ജോബല്ല കേട്ടോ. അത് വിയർപ്പ് ചോരയാകുന്ന അവസ്ഥയാണ്. ഇടിവിൽ നിന്ന് ശക്തമായി ഏറ്റെടുത്തുള്ള പ്രാർത്ഥനയാണത്. താങ്ക് യു ജീസസ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ, ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചവരെ, ദൈവദാസന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചവരെ, എല്ലാ പാസ്റ്റേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു വ്യക്തിക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ.
വ്യാപകമായിട്ടുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാ വർഷിപ്പിന് വേണ്ടി. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരിക്കലും വർഷിപ്പ് ടീമിനെ മറന്നു കളയല്ലേ. പലരും പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പലരും എൽഡേഴ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ വർഷിപ്പ് ലീഡേഴ്സിനെ, നമുക്ക് മുമ്പിൽ നിന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത, ആത്മസാന്നിധ്യത്തെ നമ്മിലേക്ക് ആരാധനയുടെ നടുവിൽ വിളിച്ചിറക്കിയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മീഡിയ ടീമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എൽഷദായിലെ മീഡിയ ടീമിന് വേണ്ടി. കാരണം കഴിഞ്ഞ 8-9 മാസമായിട്ട് അവരുടെ അധ്വാനമാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രവൃത്തികളാണ് പലതും ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ദൈവസഭയിലെ എല്ലാ ശുശ്രൂഷകരെയും ഓർക്കാം. പാസ്റ്റർ ജിജി മോഹനായി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയിലെ എല്ലാ പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കാം, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ പുറകിൽ, ആ പാഠപുസ്തകം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാൽ നല്ലതാ, ഇല്ലെങ്കിൽ സാരമില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ നല്ലതാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആ പാഠപുസ്തകത്തിന്റെ പുറകിൽ, എൽഷദായിയുടെ പാഠപുസ്തകത്തിന്റെ പുറകിൽ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ ദൈവദാസന്മാരുടെയും സഭകളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ മഹത്വരമായ മറ്റൊരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധ കരങ്ങളെ ഒന്ന് ഉയർത്തി എല്ലാ പുരുഷന്മാരും, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. I thank you Jesus. കർത്താവേ, ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഒരു പാട്ടിന്റെ വരി ഒന്ന് പാടാമോ?